നമ്മള് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏതെല്ലാമാണെന്നുള്ള ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിൽ സി ആണ് ആൻസർ വരുന്നത്. സി ആൻസർ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് അത് പറയുന്നത് ഗൈഡൻസ് ആണ്. അത് ഗാർഡിയൻസ് ആണ്. ഗാർഡിയൻസ് ടു പ്രൊവൈഡ് ഫോർ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years ഓഫ് ഏജ്. ഇതൊരു ഗൈഡൻസ് പോലെയാണ് ശരിക്കും കൊടുക്കുന്നത്. ഗാർഡിയൻസിനൊക്കെയുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് പോലെയാണ് കൊടുക്കുക. അപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റ്സിനും എല്ലാ ഇൻഡിവിജ്വൽ സിറ്റിസൺസിനും കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ആണ്. അവരുടെ ഡ്യൂട്ടിയെ കുറിച്ചുള്ള ഒരു ഗൈഡൻസ് ആണ് ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത്. ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഉള്ളത് എന്തായാലും ആവാൻ സാധ്യത. നമ്മളെപ്പോഴും പിന്നെ നാഷണൽ ആന്തം പാടിക്കൊണ്ട് നടക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരില്ല. അതുപോലെ തന്നെ ഈക്വൽ വേജസ് ആ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. കാരണം ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പേയ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്സ് എന്നുള്ളതാണ്. അതൊരിക്കലും വരാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലൊന്നുമല്ല, കുറച്ച് ഷെഡ്യൂളുകളിലായിട്ട് നമ്മൾ അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് സി ആണ് ആൻസർ വരുന്നത്. ഗാർഡിയൻസ് ടു പ്രൊവൈഡ് ഫോർ ചിൽഡ്രൻ ടു കുട്ടികൾക്ക് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ എന്നുള്ളത് നോക്കി വെക്കണം കേട്ടോ. 6 to 14 years ആണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിലായിരിക്കും വരിക. 6 to 14 years ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ കമ്പൽസറി പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഫീച്ചർ അല്ലാത്തത്. ഇത് അറ്റൻഡ് ചെയ്ത് ആരൊരാൾ തെറ്റിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ഫീച്ചർ അല്ല എന്ന് പറയാൻ സാധ്യതയുള്ളത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്. സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ അതിന്റെ പ്രിയാമ്പിളിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് എന്നുള്ള വേർഡ് അതിന്റെ ഒരു ഫീച്ചറാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫീച്ചറാണ്. റിപ്പബ്ലിക് എന്നുള്ളതും ഒരു ഫീച്ചറാണ്. ഫെഡറലിസം എന്നുള്ളതും ഒരു ഫീച്ചറാണ്. കാരണം നമ്മൾ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റിനെയും കൂടെ കൂട്ടിച്ചേർത്തുമാണ്. യൂണിറ്ററി ആൻഡ് ഫെഡറൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതും ഒരു ഫീച്ചറാണ്. പ്രസിഡൻഷ്യൽ അല്ല, പ്രസിഡൻഷ്യൽ ആണ് ഇതിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരും. കാരണം നോട്ട് എ ഫീച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രസിഡൻഷ്യൽ ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ദി അഡൾട്ട് സഫ്രേജ് ഹാസ് ബീൻ പ്രൊവൈഡഡ് അണ്ടർ. അഡൾട്ട് സഫ്രേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിതമായ പ്രായപരിധിക്ക് ശേഷം നമുക്ക് വോട്ടവകാശവും കാര്യങ്ങളൊക്കെ വരുന്നത് മേജർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നത്. എന്ന് വെച്ചാൽ 18 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെജോറിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ മെജോറിറ്റി എന്നുള്ള ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഗാർഡിയൻസ് ആക്ട് പ്രകാരം, ഗാർഡിയൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുട്ടീനെ ഒരു ഗാർഡിയൻ ആയിട്ട് ഒരാള് ഒരു കുട്ടീന്റെ പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ നോക്കി നടത്തുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു സർക്കംസ്റ്റാൻസസിൽ കോടതി എങ്ങനെയാ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏജ് 21 ഇയേഴ്സ് ആണ്. മേജർ ആവാൻ 21 ഇയേഴ്സ് എന്നാണ് പറയുക. 18 ഇയേഴ്സ് അല്ല ഗാർഡിയൻഷിപ്പ് ആക്ട് പ്രകാരം വരുന്നത്. 18 ഇയേഴ്സ് എന്നുള്ളത് 21 ഇയേഴ്സ് ആണ് അവിടെ പോകുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. അഡൾട്ട് സഫ്രേജിനെ കുറിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലാണ്. ഓക്കെ, there is no fundamental right to. ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നില്ല, അവിടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൽ പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ദ ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്തൊരു ഏരിയയാണ്. കാരണം ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രൊവിഷൻ ഏത് വരെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 12 to 35 ആണ്. ആർട്ടിക്കിൾ 12 to 35 ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 226 എന്നുള്ളത് അവിടെ വരുന്നില്ല. പക്ഷെ കുറെ ഇതിൽ ആൻസർ എഴുതുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 226 ആണ്. അത് ചിലപ്പോൾ ഡൗട്ട് വന്നതായിരിക്കും. റിട്ട് കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 226. റിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഏരിയയിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം ആർട്ടിക്കിൾ 32 32ാമത്തെ ആർട്ടിക്കിളിൽ നമ്മൾ ഫണ്ടമെന്റൽ റെമഡീസ് പഠിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ റെമഡീസ് പഠിക്കുമ്പോൾ
നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പഠിച്ചു പോകുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ 226. കാരണം ഹൈക്കോടതിക്ക് കൊടുക്കുന്ന പ്രൊവിഷൻ ആണ്. ഹൈക്കോടതിയിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നത് 226 ആർട്ടിക്കിൾ പ്രകാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആർട്ടിക്കിൾ 226 എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. 35 വരെയുള്ള പ്രൊവിഷൻസ് ആണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് അപ്രോച്ച് ദ ഹൈക്കോർട്ട് അണ്ടർ 226 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതാണ് ഇതിന്റെ ആൻസർ. എന്ന് വെച്ചാൽ ദർ ഈസ് നോ ഫണ്ടമെന്റൽ റൈറ്റ്. പിന്നെ നമുക്ക് നോക്കാം ബിസിനസ് ക്യാരി ചെയ്യുന്ന ഇത് ഈ ഒരു അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ടു ക്ലെയിം റൈറ്റ് ടു പ്രാക്ടീസ് ക്യാരി ഓൺ ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ ആ ബിസിനസ് എന്നുള്ള ഒരു മേഖല നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ടു ഫ്രീഡത്തിൽ പറയുന്നതാണ്. ഫണ്ടമെന്റൽ റൈറ്റില്ല, റൈറ്റ് ടു ഫ്രീഡത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഏരിയ ആണ് റൈറ്റ് ടു ബിസിനസ്. അതുപോലെ നമുക്ക് ജോലി ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനും ഒക്യുപ്പേഷനും ഒക്കെയുള്ള റൈറ്റ് ഫണ്ടമെന്റൽ ഫ്രീഡത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ്. പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അതും നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ്. പിന്നെ വരുന്നത് ഫ്രീഡം ഓഫ് പ്രസ്, അതും ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാകുമ്പോൾ ഇത് മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റിലേറ്റ് ടു എ കമ്പനി? ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിൽ ഈ നാല് ഓപ്ഷൻസിൽ ഒരു കാര്യം കമ്പനിയുമായിട്ട് റിലേറ്റഡ് അല്ല. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്, ഡിസൊല്യൂഷൻ, വൈൻഡിങ് അപ്പ്, ഇതിൽ ഏതാണെന്നുള്ളത് ചോദിച്ചാൽ ഡസ് നോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡസ് നോട്ട് റിലേറ്റ് ടു എ കമ്പനി എന്നാണ് ചോദിച്ചിട്ടുള്ളത്, കമ്പനിയായിട്ട് ഭാഗമല്ലാതെ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് തന്നെ ആ കമ്പനിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്ന കമ്പനിയുടെ പേരും കമ്പനിയിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടതെന്നും കമ്പനിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തുമ്പോൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്നും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും കർത്തവ്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുമ്പോൾ അത് അതിന്റെ ഭാഗമാണ്. പിന്നെ വരുന്ന പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യും, പ്രോസ്പെക്ടസ് ആയിട്ട് കമ്പനിയിൽ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒക്കെ നമ്മൾ പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പൊ പ്രോസ്പെക്ടസ് എന്നുള്ള വേർഡും ഒരു കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഡിസൊല്യൂഷൻ എന്നുള്ള വേർഡ് മാത്രമാണ് ഇതിൽ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. മീൻസ് ഒരു ഡിസൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ ഒരു കമ്പനിയിൽ നമ്മൾ അത് ചേർക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസൊല്യൂഷൻ എന്നുള്ള വേർഡ് അതിൽ വരുന്നില്ല. വൈൻഡിങ് അപ്പ് വരുന്നുണ്ട്. കാരണം വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി നിർത്തലാക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്തൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ എന്തെല്ലാം സാഹചര്യത്തിൽ കമ്പനി വൈൻഡിങ് അപ്പ് ആക്കാം എന്നൊക്കെ പറയാം. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്റ്റോപ്പ് ചെയ്യുക, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആൻസർ വരുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസ് ഉബി ജസ് ഇബി റെമേഡിയം? ഉബി ജസ് ഇബി റെമേഡിയം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് തവണ എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. വേർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. ഉബി ജസ് ഇബി റെമേഡിയം. വേർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. ഇത് കാണാണ്ട് തന്നെ പഠിച്ചു വെക്കണം. വേർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. എവിടെ ഒരു അവകാശമുണ്ടോ അവിടെ ഒരു റെമഡി ഉണ്ടായിരിക്കും, എന്നാലേ അവകാശം അവിടെ നിലനിൽക്കുകയുള്ളൂ. നെക്സ്റ്റ്, an object for consideration shall be. An object for consideration shall be എന്തായിരിക്കണം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ലീഗൽ ആയിരിക്കണോ ലോഫുൾ ആയിരിക്കണോ? ഇത് രണ്ടുമായിരിക്കും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു മേഖല. അതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം, ഒരു ഒബ്ജക്റ്റ് എന്തായിരിക്കും? കൺസിഡറേഷൻ. നമ്മൾ ഒരു കൺസിഡറേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സംതിങ് ടു റിട്ടേൺ ആണ്, എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നതാണ്. ഒരു സംഭവം വാങ്ങിക്കുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ആ കാര്യത്തിനാണ് കൺസിഡറേഷൻ എന്ന വേർഡ് കൊണ്ട് കോൺട്രാക്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോഫുൾ ആയിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. ലീഗൽ ഒബ്ജക്റ്റ് എന്നല്ല പറയാ, ലോഫുൾ ഒബ്ജക്റ്റ് എന്നാണ് പറയാ. ഓക്കെ,
ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഒരു കൺസിഡറേഷൻ കൂടി ചേരുമ്പോൾ പിന്നെ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അതുപോലെ തന്നെ കോൺട്രാക്ട് ആയിട്ട് മാറുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where a person commits a smaller tort in order to avert the happening of a bigger tragedy in good faith, it is called as. ഇത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചെയ്തവരിൽ. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒരു സ്മോളർ ടോട്ടാണ് അവിടെ കമ്മിറ്റ് ചെയ്യുന്നത്. ഒരു വലിയൊരു ട്രാജഡീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ലക്ഷ്യത്തോടു കൂടി ഒരു ചെറിയൊരു ടോട്ട് കമ്മിറ്റ് ചെയ്യാണ്, ചെറിയൊരു റോങ് കമ്മിറ്റ് ചെയ്യുന്നത്. അതിന് എന്താണ് പറയാ? ഒരു വലിയൊരു ആക്സിഡന്റ് എന്തായാലും അവിടെ സംഭവിക്കും. അപ്പൊ നമ്മളത് എന്താ പറയാ, അത് ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. അത് അങ്ങനെ വേറൊരു വഴിയില്ലായിട്ടാണ്. അപ്പൊ നമ്മൾ അത് അവിടെ സ്റ്റോപ്പ് ആക്കുന്ന സാഹചര്യം. അപ്പൊ അതിനെന്തായിരിക്കും പറയാ? നെസസിറ്റി. കാരണം അത് അത്യാവശ്യമാണ്, വേറൊരു വഴിയൊന്നുമില്ല. എന്തായാലും ആക്സിഡന്റ് അവിടെ നടന്നേ പറ്റുള്ളൂ, എന്തായാലും നടക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ വഴിയില്ല. ചെറിയൊരു അപകടം ഉണ്ടായിക്കൊണ്ട് വലിയൊരു അപകടത്തെ ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ഓക്കെ, ഗുഡ് ഫെയ്ത്തിലായിരിക്കണം, നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. ഇതിൽ നോക്കുമ്പോൾ നെസസിറ്റി എന്നാണ് ഇതിന്റെ ആൻസർ വരിക. നെസസിറ്റി അതൊരു ആവശ്യകതയാണ്, അവിടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അപകടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നെസസിറ്റി ആണെന്നാണ് അതിന് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് an interference in a peaceful enjoyment of one's property is. എന്താ പറയാ? ഇതിൽ ആൻസർ എന്തായിരിക്കും? Interference in a peaceful enjoyment of one's property. ആർക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമോ? ന്യൂയിസൻസ് ആണ്. ന്യൂയിസൻസ് ആണ് ആൻസർ വരിക. നമ്മൾ ഒരാളെ എന്താ പറയാ, ഇന്റർഫിയർ ചെയ്യാണ്, അവരൊരു പീസ്ഫുൾ എൻജോയ്മെന്റ് ഓഫ് വൺസ് പ്രോപ്പർട്ടി, ഒരാളുടെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇന്റർഫിയർ ചെയ്തിട്ട് അവരുടെ എൻജോയ്മെന്റിനെ ഇറിറ്റേറ്റ് ചെയ്യുക, ഇന്റർഫിയർ ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ന്യൂയിസൻസ് എന്നാ പറയാ. നെക്സ്റ്റ്, ദ തിയറീസ് ഓഫ് പണിഷ്മെന്റ്സ് ആർ. നമ്മൾ തിയറീസ് ഓഫ് പണിഷ്മെന്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു മേഖലയായിരുന്നു. പക്ഷെ എല്ലാവരും ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആൻസർ ചെയ്തവരിൽ കൂടുതൽ പേരും തെറ്റിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് തിയറീസ് ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. എത്രയായിരുന്നു ആൻസർ വരിക? തിയറീസ് ഓഫ് പണിഷ്മെന്റ് തിയറീസ് നമ്മൾ പറഞ്ഞു. എന്താ പറയാ, പ്രിവെന്റീവ് തിയറി, കുറെ തിയറീസ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു മേഖലയാണ്. 5 അതിന് ആൻസർ വരുന്നത്. 5 തിയറീസ് ആണ്. ഒന്ന് പറയുമ്പോൾ റിട്രിബ്യൂട്ടീവ് തിയറി വരുന്നുണ്ട്, പിന്നെ വരുന്നത് പ്രിവെന്റീവ് തിയറിയാണ്, പിന്നെ ഡിറ്ററന്റ് തിയറിയാണ്, പിന്നെ റിഫോർമാറ്റീവ് തിയറിയാണ്. റിഫോർമാറ്റീവ് എന്ന് പറഞ്ഞാൽ റിഫോം ചെയ്യുന്ന തിയറി. പിന്നെ വരുന്നതാണ് എക്സ്പ്ലിയേറ്ററി തിയറി. എക്സ്പ്ലിയേറ്ററി തിയറി എന്ന് പറഞ്ഞാൽ അങ്ങനെ 5 തിയറീസ് ആണ് നമ്മൾ തിയറീസ് ഓഫ് പണിഷ്മെന്റിൽ പഠിക്കുന്നത്. ഏതെല്ലാമാണ്? 5 തിയറീസ് ആണ്, മാറിപ്പോവരുത്. തിയറീസ് ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് 5 ആണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ഫോറിൻ വേർഡ്സ്. പേഴ്സണ നോൺ ഗ്രാൻഡ. ഇതൊരു മാക്സിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിം ജസ്റ്റ് അതിന്റെ വേർഡ് ഒന്ന് നോക്കി വെക്കുക എല്ലാവരും പെട്ടെന്ന്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ആൻസർ ചെയ്യാൻ പറ്റും. പേഴ്സണ നോൺ ഗ്രാൻഡ എന്തായിരിക്കും അതിന് ആൻസർ? അൺഅക്സെപ്റ്റബിൾ പേഴ്സൺ. an unacceptable person എന്നാണ് അതിന് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്സ്. പ്രൈമ ഡോണ. ഈ വേർഡ്സ് നിങ്ങൾ നോക്കി വെക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം മാക്സിംസ് ഒക്കെ പഠിച്ച സമയത്ത് മാക്സിംസിന്റെ ഏരിയയിൽ നിങ്ങൾ എവിടെയാണോ എഴുതി വെച്ചിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ഇത് മിക്സ് ചെയ്ത് എഴുതാൻ നോക്കുക. ഓക്കെ, പേഴ്സണ നോൺ ഗ്രാൻഡ. എക്സാമിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ആ വേർഡ്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ മീനിങ് എന്താണെന്നുള്ളത്
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോവാം. പ്രൈമ ഡോണ. പ്രൈമ ഡോണ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. എന്താ ഉദ്ദേശിക്കുന്നത്? എ ടെമ്പറമെന്റൽ ആൻഡ് കൺസീറ്റഡ് പേഴ്സൺ. എ ടെമ്പറമെന്റൽ ആൻഡ് കൺസീറ്റഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് കേട്ടോ, പ്രൈമ ഡോണ. കറക്റ്റ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താന്ന് എനിക്ക് അറിയില്ല, എന്നാലും പ്രൈമ ഡോണ നമുക്ക് അങ്ങനെ പറയാം. എ ടെമ്പറമെന്റൽ ആൻഡ് കൺസീറ്റഡ് പേഴ്സൺ, ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് എ ഫോറിൻ വേർഡ്സ്. പ്രോ ബോണോ. പ്രോ ബോണോ ഇത് നിങ്ങളുടെ എക്സാമിൽ വന്നിട്ടുണ്ട്. 3 ഇയർ LLBന്റെ ഒരു എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രോ ബോണോ. പ്രോ ബോണോ ഗിവിൻ ഫെയ്ത്ത് അല്ല, ഡൊണേറ്റഡ് വിത്തൗട്ട് ചാർജ്. ഡൊണേറ്റഡ് വിത്തൗട്ട് ചാർജ്. പ്രോ ബോണോ ഡൊണേറ്റഡ് വിത്തൗട്ട് ചാർജ്. ഓക്കെ, ആൻസർ മാറിപ്പോരുത്. ഡൊണേറ്റഡ് വിത്തൗട്ട് ചാർജ്, പ്രോ ബോണോ. മനസ്സിലിങ്ങനെ ജസ്റ്റ് 1-2 തവണ പറഞ്ഞാൽ മതി, അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രോ ബോണോ ഡൊണേറ്റഡ് വിത്തൗട്ട് ചാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ്. ബോൺ വിവന്റ്. ബോൺ വിവന്റ് എന്താ അതിന് ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്? ലവർ ഓഫ് ഗുഡ് ഫെയ്ത്ത്. ബോൺ വിവന്റ്, ലവർ ഓഫ് ഗുഡ് ലൈഫ്. ഫെയ്ത്ത് അല്ല, സോറി, ലൈഫ്. ലവർ ഓഫ് ഗുഡ് ലൈഫ്. ആൻസർ ബോൺ വിവന്റ്. ബോൺ വിവന്റ്, ലവർ ഓഫ് ഗുഡ് ലൈഫ്. ലവർ ഓഫ് ഗുഡ് ലൈഫ് എന്നുള്ള വേർഡാണ് ഈ മാക്സിമിന്റെ മീനിങ് വരുന്നത്. ബോണ വിവന്റ്. ബോണ വിവന്റ്, ലവർ ഓഫ് ഗുഡ് ലൈഫ്. When is the International Day for Elimination of Sexual Violence in Conflict commemorated? എന്നായിരുന്നു ആ ഡേ വരുന്നത്? ഇന്റർനാഷണൽ എലിമിനേഷൻ ഓഫ് സെക്ഷൽ വയലൻസിനെ കുറിച്ച് പറയുന്നത്. ഇന്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്ട് കമ്മറേറ്റഡ്. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? എ ആണ് അതിന്റെ ആൻസർ. ജൂൺ 19th ആണ് ആൻസർ വരുന്നത്. ജൂൺ 19th ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ഹൂം? ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ആൻസർ ഈസ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഡിഫാമേഷൻ ഇൻവോൾവ്സ്. ഡിഫാമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫാമേഷൻ എന്തെല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. ഡിഫാമേഷൻ എന്തായിരിക്കും? യൂസിങ് എ വെപ്പൺ ആയിരിക്കുമോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 people ടു ബി പ്രസന്റ് ആയിരിക്കുമോ? അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ആണോ ഡിഫാമേഷൻ എന്ന് പറയുന്നത്? ഡിഫാമേഷൻ എന്ന് പറയുമ്പോൾ മാനഹാനിയാണ്. ഒരാൾക്ക് അപവാദം, അതുപോലെ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, ഒരാളെ കുറിച്ച് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഡിഫാമേഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്യുക ഒരാളെ. അപ്പോ ആൻസർ വരുന്നത് മേക്കിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സംവൺ. യൂസിങ് വെപ്പൺ എന്ന് പറയുമ്പോൾ ഡിഫാമേഷൻ അല്ല. അതൊരാളെ വെപ്പൺ എന്ന് പറയുന്നത്, വെപ്പൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെപ്പൺ ആയിട്ടൊക്കെ പറയും. നമ്മൾ ഒരാളെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു രീതിയിൽ നിങ്ങൾ പൊതുവായിട്ട് പറയുന്ന രീതിയിൽ ചിന്തിക്കരുത്. ലീഗൽ ടേമിലേക്ക് ചിന്തിക്കണം. ലീഗലി എന്തായിരിക്കും അതിന്റെ മീനിങ് എന്നുള്ള രീതിയിൽ വേണം എന്ത് കാര്യവും ചിന്തിക്കാൻ. മേക്കിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സംവൺ, തെറ്റായ ഒരു കാര്യം ഒരാളെ കുറിച്ച് പറയുന്നത്, ഉണ്ടാക്കുന്നതും പറയുന്നതും ഒക്കെ അതിന് ഡിഫാമേഷൻ അണ്ടറിൽ വരും. നെക്സ്റ്റ്, എ കോൺട്രാക്ട് ക്യാൻ ബി ഡിസ്ചാർജ്ഡ് ബൈ. ഏതെല്ലാം സാഹചര്യത്തിലാണ് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുക? ഡിസ്ചാർജ് ചെയ്യുക മീൻസ് കോൺട്രാക്ട് നിർത്തലാക്കപ്പെടുക, അവിടെ റദ്ദാക്കപ്പെടുക. ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലായിരിക്കും? മ്യൂച്വൽ അഗ്രിമെന്റ് ആൻഡ് പെർഫോമൻസ്. അവിടെ മ്യൂച്വൽ അഗ്രിമെന്റ് പെർഫോമൻസ് ഉണ്ടാവുമ്പോഴാണോ? അത് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ലാപ്സ് ഓഫ് ടൈം ആൻഡ് ഓപ്പറേഷൻ ഓഫ് ലോ, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണോ വരിക? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഈ എല്ലാ സാഹചര്യത്തിലും നമുക്ക് പറയാം. മ്യൂച്വൽ അഗ്രിമെന്റ് ആൻഡ് പെർഫോമൻസ്, അവിടെ ഒരു മ്യൂച്വൽ അവർ ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള ഒരു ആ കോൺട്രാക്ട് മ്യൂച്വലി അവർ രണ്ട് പാർട്ടീസും ചേർന്നിട്ട് മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അത് പെർഫോം ചെയ്യുന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിലും
നമുക്ക് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യമാണ് ലാപ്സ് ഓഫ് ടൈം. ഒരു കോൺട്രാക്ടിന്റെ പീരീഡ് കഴിഞ്ഞു, ഒരു ടൈം പീരീഡ് എല്ലാ കോൺട്രാക്റ്റിനും ഉണ്ടായിരിക്കും, ഇത്ര കാലം എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ കാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിയമപ്രകാരം അത് നോർമലി ഡിസ്ചാർജ് ചെയ്യുന്ന പോലെ ഡിസ്ചാർജ് ആയി പോകും. പിന്നെ വരുന്നത് പറഞ്ഞാൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് അസാധുവാകുന്ന രീതിയിൽ കോൺട്രാക്റ്റിൽ ബ്രീച്ച് ചെയ്യുക, അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നാണ് അതിന് പറയുക. കോൺട്രാക്ട് ലംഘിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which constitutional article lays down the provision for a national commission for scheduled caste? ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്ന, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ഒരു കമ്മീഷനെ നിയമിക്കണം എന്നൊക്കെ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്ന പ്രൊവിഷൻ ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ 338, ആർട്ടിക്കിൾ 338 ആണ്. 338 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പ്രൊവിഷൻ ഫോർ എ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 338, 338 ആർട്ടിക്കിളിലാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ 338 ആർട്ടിക്കിളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, acceptance is to an offer is what a lighted match is to a train of a gunpowder എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. The principle was propounded by, ആരാണ് ഈ പ്രിൻസിപ്പിളിന്റെ ഉപജ്ഞാതാവ്? acceptance is to an offer, ഒരു ഓഫറിലുള്ള ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ ഒരു ഓഫറിൽ ആക്സെപ്റ്റൻസ് കഴിഞ്ഞാൽ അതിൽ കൺസിഡറേഷൻ, പ്രോമിസ് വരുന്ന ഒരു കൺസിഡറേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു എഗ്രിമെന്റ് ആയിട്ട് രൂപപ്പെടുക. ആ എഗ്രിമെന്റ് ലീഗലി എൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത്, ലീഗലി റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? കോൺട്രാക്ട് ആയിട്ട് മാറും. അപ്പൊ അത്രയും പ്രയോറിറ്റി ഉള്ള ഒരു മേഖലയാണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? ഡി ആണ് ആൻസർ വരുന്നത്. ഇത് തെറ്റിച്ചിട്ടുണ്ട് 1-2 പേര്, നോക്കാം. ആൻസർ വില്യം ആൻഡ് സൂൺ ആണ് ആൻസർ. വില്യം ആൻഡ് സൂൺ. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ കേൾക്കുന്ന പേരുകളായിരിക്കും ഇതൊക്കെ, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, ഈ വേർഡ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വില്യം ആൻഡ് സൂൺ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, which constitutional article defines law declared by Supreme Court to be binding on all courts? സുപ്രീം കോർട്ടിൽ വന്നിട്ടുള്ള ജഡ്ജ്മെന്റ്സും അതുപോലെ സുപ്രീം കോടതിനെ ബൈൻഡ് ചെയ്യണം, എല്ലാ ലോവർ കോർട്സും സുപ്രീം കോടതിനെ ബൈൻഡ് ചെയ്യണം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 141. യെസ്, കറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 141 ആണ്. സുപ്രീം കോടതിന്റെ ഡിസിഷൻസ് എപ്പോഴും ലോവർ കോർട്സ് ബൈൻഡ് ചെയ്യണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 141 ആണ്. നമ്മൾ അതിന് വേറൊരു പേരും കൂടെ പറയും. സുപ്രീം കോർട്ടിന്റെ എന്നല്ല, നമ്മൾ പറയും പ്രീസിഡൻസ് ഒക്കെ എടുക്കുമല്ലോ. പ്രീസിഡൻസ് ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞത് ലോവർ കോർട്ട് അപ്പർ കോർട്ടിന്റെ ഡിസിഷൻസിന് നമ്മൾ ജഡ്ജ്മെന്റ്സ് അതിനൊരു പിന്നെ നമ്മൾ പ്രീസിഡന്റ് ആയിട്ട് എടുക്കുക എന്നാ പറയാ. ജഡ്ജ്മെന്റ്സ് എടുക്കുമ്പോൾ പ്രീസിഡന്റ് ആയിട്ട് മുന്നേ ഉണ്ടായ ഒരു ജഡ്ജ്മെന്റിന് നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഒരു കേസിലേക്ക് അതിന്റെ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ കേസിന്റെ ജഡ്ജ്മെന്റ് എഴുതുന്നതിനെയാണ് പ്രീസിഡൻസ് എടുക്കുക. ആർട്ടിക്കിൾ 141 ആണ് സുപ്രീം കോടതിനെ ബൈൻഡ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്നത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഡു നോട്ട് എക്സ്റ്റെൻഡ് ടു കോസ് ഡെത്ത് ഓഫ് ദി ഒഫൻഡർ? ഇതില് ഏത് കാര്യത്തിനെയാണ് പ്രൈവറ്റ് ഡിഫൻസ് ഒരിക്കലും ഒരാളുടെ മരണത്തിന് കാരണമാവാൻ പാടില്ല എന്ന് പറയുന്നത്? ഏതായിരിക്കും? റേപ്പ് ആയിരിക്കും. റേപ്പ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരാളെ കൊല്ലാൻ പറ്റുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. കാരണം അത് അയാളുടെ ബോഡിലി ഇഞ്ചുറി ആണ്, ഫിസിക്കൽ അസോൾട്ടും ആണ്. ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് റേപ്പ് എന്ന് വരുന്നത്. അത്രയും ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ റേപ്പ് ആവാൻ സാധ്യതയില്ല. പിന്നെ വരുന്നത് ബി, ഓപ്ഷൻ ബി, കോസിങ് മിസ്കാരേജ്. മിസ്കാരേജ് വരുന്ന സമയത്ത്
അവിടെ ഒരു എന്താ പറയാ മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിസ്കാരേജ് വരുമ്പോ ആ ടൈമിൽ പിന്നെ ആ അമ്മയ്ക്കെതിരെ ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല കുട്ടിയുടെ അമ്മയ്ക്കെതിരെ. അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണോ അവിടെ അപകടം സംഭവിച്ച് ആ കുട്ടീനെ ഇല്ലാണ്ടായി പോയിട്ടുള്ളത്, മിസ്കാരേജ് ആയി പോയിട്ടുള്ളത് എന്ന് വെച്ചിട്ടും നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പിന്നെ ഒരു ഡെത്ത് ഒരാൾ ചെയ്ത ആളെ ഒരിക്കലും നമുക്ക് കൊല്ലാനുള്ള അവകാശമില്ല. ഓക്കെ, അങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിലെല്ലാം നോക്കുമ്പോൾ ആൻസർ വരുന്നത് ബി ആണ്. ആ ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കണം. കാരണം ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ ഒരു ഓപ്ഷൻ കാണും, ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ട് ഇതന്നെ ആയിരിക്കും ആൻസർ എന്ന് വെച്ചിട്ട് ഒറ്റയടിക്കാൻ ആൻസർ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, സ്പീഡിൽ വായിച്ചു നോക്കുക. കോസിങ് മിസ്കാരേജ് ആണ് ഇതിൽ ആൻസർ വരിക. ഈ സാഹചര്യത്തിലാണ് അങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? Which is the constitutional provision relevant for solving questions of repugnancy between a central law and state law? ആ ആർട്ടിക്കിൾ പ്രൊവിഷൻ ഏതായിരിക്കും? നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം മുന്നേ. which is the constitutional provision relevant for solving questions of repugnancy വരുമ്പോൾ between central law and state law. സെൻട്രൽ ലോയ്ക്കും സ്റ്റേറ്റ് ലോയ്ക്കും ഇടയിലുള്ള റെപ്പഗൻസിൽ വരുന്ന ആർട്ടിക്കിൾ പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതായിരിക്കും? ആർട്ടിക്കിൾ 254. ഇതുപോലെ ആയിരിക്കും മിക്കവാറും ആൻസേഴ്സ് ചോദിക്കുക. കാരണം ഓപ്ഷൻസ് തരുന്നുണ്ടാവും, ആൻസേഴ്സ് നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ 254, 234 അങ്ങനെ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അത് കണ്ടിട്ട് പേടിക്കേണ്ട, പാനിക് ആവാണ്ട് ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക, അപ്പൊ ആൻസർ കിട്ടും. Next question, in which case the Supreme Court laid down that the creamy layer has to be excluded from the backward classes? അത് ഏത് ജഡ്ജ്മെന്റിലാണ് പറയുന്നത്? ഇത് നോക്കി വെക്കണം. കാരണം ക്രീമി ലെയർ ബാക്ക്വേർഡ് ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ജഡ്ജ്മെന്റ് ആണിത്. ആ ജഡ്ജ്മെന്റ് ഏതാണ്? OBC റിസർവേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ജഡ്ജ്മെന്റ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. OBC റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസിലോ എന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ വരുന്നത് ഇന്ദിരാ സ്വാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ദിരാ സ്വാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണിത്. എല്ലാ LLB എൻട്രൻസിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണിത്. ബാക്ക്വേർഡ് ക്ലാസ്സസിനെ കുറിച്ചിട്ടുള്ള വരുന്ന ഒരു കേസാണിത്. OBC റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസ് ലോ ആണ് ഇന്ദിരാ സ്വാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ആർട്ടിക്കിൾ 19 clause 1 clause B guarantees to the citizens of India the right to എന്ത് റൈറ്റ് ആണ് അവിടെ ഗ്യാരണ്ടി ചെയ്യുന്നത്? റൈറ്റ് ടു എന്താണ്? assemble peacefully and without arms. യെസ്, കറക്റ്റ് ആണ്. അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഈസി ആയിരിക്കും, നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്, ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസത്തെ ടെക്സ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ ആദ്യം സ്റ്റോപ്പ് ഷെയർ കൊടുക്കാം. ഓക്കെ, ഇനി സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് കാണാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എല്ലാവരും കാണാണ്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയും. ലാസ്റ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ തന്നെ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ആൻസർ ഒന്നുകൂടെ ചെയ്തു പോകും. കാരണം അത് മനസ്സിൽ പതിഞ്ഞിരിക്കണം. ഇനി വീണ്ടും അത് വായിച്ച് നോക്കി പഠിക്കേണ്ട ഒരു ടൈം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഈ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് പോലെയാണ് പോയിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IPCയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ജനറൽ എക്സെപ്ഷൻസ് ഒക്കെ പറയുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ഒക്കെയാണ് പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്.
ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയയിൽ വരുമ്പോൾ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് മീൻ. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് പ്രീ എസ്റ്റിമേറ്റഡ്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ നോട്ട് പ്രീ എസ്റ്റിമേറ്റഡ്, മുൻകൂട്ടി നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത ഡാമേജസ് ആണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. ലിക്വിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രീ എസ്റ്റിമേറ്റഡ് ആണ്, മുൻകൂട്ടി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഡാമേജസിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. അൺലിക്വിഡേറ്റഡ് ആകുമ്പോൾ നോട്ട് പ്രീ എസ്റ്റിമേറ്റഡ്. നെക്സ്റ്റ്, when the master is held liable for the wrongful act of his servant, his liability is called. ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എംപ്ലോയർ എന്നുള്ളതാണ്, ജോലി കൊടുക്കുന്ന ആൾ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജോലി കൊടുക്കുന്ന ആൾ ലയബിൾ ആയിരിക്കും. എന്ത്? അവരുടെ സെർവന്റിന്റെ റോങ്ഫുൾ ആയിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള റോങ്ഫുൾ ആയിട്ടുള്ള ആക്ടിന് അയാൾ ലയബിൾ ആയിരിക്കും. മാസ്റ്റർ ഈസ് ലയബിൾ എന്ന് പറയുന്നതിന് എന്താണ് പറയുക? ഇത് കോൺട്രാക്ട് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺട്രാക്ട് ആക്ടിൽ വരുന്നതാണ്. വൈക്കാരിയസ് ലയബിലിറ്റി ആണ് ആൻസർ വരുന്നത്. when the master is held liable for the wrongful act of his servant, his liability is called. ഇങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ലയബിലിറ്റിനെ നമ്മൾ പറയുന്നത് വൈക്കാരിയസ് ലയബിലിറ്റി എന്നാണ്. വൈക്കാരിയസ് ലയബിലിറ്റി. മാസ്റ്റർ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ കരുതണം, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എംപ്ലോയർ ആണ്. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരിക. ഏതെങ്കിലും വ്യക്തികളുടെ പേര് തന്നിട്ട് ആ വ്യക്തി അവിടുത്തെ ഒരു ഏജന്റ് ആണ്, അയാളുടെ ഏജന്റ് എന്തെങ്കിലും ഒരു റോങ്ഫുൾ ആയിട്ട് ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തു, അപ്പോൾ ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആയിരുന്നു അത് റോങ്ഫുൾ ആയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ മാസ്റ്റർ ആയിരിക്കും, എന്ന് വെച്ചാൽ ആ ജോലി കൊടുത്ത ആൾ ആരാണോ അയാളായിരിക്കും അതിൽ ലയബിൾ ആയിട്ട് വരിക. അപ്പോ റീസൺ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലീഗൽ റീസണിങ് സൈഡ് ഉണ്ട്. ആ സൈഡിലൊക്കെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. വൈക്കാരിയസ് ലയബിലിറ്റി ആണ് അതെന്ന് പറയാം, വൈക്കാരിയസ് ലയബിലിറ്റി. ഡിഫമേഷൻ ഈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത് സിവിൽ റോങ് ആൻഡ് ക്രിമിനൽ റോങ്. സിവിൽ റോങ് ആയിട്ട് നമുക്ക് ഡിഫമേഷനെ പറയാൻ പറ്റും, അതുപോലെ തന്നെ ക്രിമിനൽ റോങ്ങും ആയിട്ടും പറയാൻ പറ്റും. കാരണം നമ്മൾ സിവിൽ റോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഡിഫാമേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ക്രിമിനൽ റോങ് ആയിട്ട് IPC നമ്മൾ ഡിഫാമേഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോത്ത് സിവിൽ റോങ് ആൻഡ് ക്രിമിനൽ റോങ്. ഇത് ചിലപ്പോൾ ഓപ്ഷനിൽ ചോദിക്കാം. സിവിൽ റോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തരും, പിന്നെ ക്രിമിനൽ റോങ് എന്ന് പറഞ്ഞിട്ട് തരും, പിന്നെ ബോത്ത് സിവിൽ റോങ് ആൻഡ് ക്രിമിനൽ റോങ് എന്ന് പറഞ്ഞിട്ട് വരും, അല്ലെ നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ തരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ഡിഫാമേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സിവിൽ റോങ് എന്നാണോ അല്ലെങ്കിൽ ക്രിമിനൽ റോങ് എന്നാണോ പറയരുത്. ആൻസർ വരിക സിവിൽ റോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അതുപോലെ തന്നെ ക്രിമിനൽ റോങ് ആയിട്ടും ഡിഫാമേഷനെ പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാംനം സൈൻ ഇഞ്ചുറിയ. എന്തായിരുന്നു അതിന്റെ ആൻസർ വന്നിരുന്നത്? ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. അവിടെ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടാതെ ഒരു ഡാമേജ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി, ഡാംനം സൈൻ ഇഞ്ചുറിയ. ഡാംനം എന്ന് പറഞ്ഞ വേർഡ് ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആലോചിക്കുക ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. ഓക്കെ, വിത്ത് ഇഞ്ചുറി അല്ല, വിത്തൗട്ട് ഇഞ്ചുറി ആണ്, അതും ശ്രദ്ധിക്കണം. ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡെത്ത് സെന്റൻസ് ഇൻ ക്രിമിനൽ പണിഷ്മെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ്. ഡെത്ത് സെന്റൻസ് എന്നുള്ളത് അത് ഇന്ത്യയിൽ എങ്ങനെയാണ് പറയുന്നത്? ഹാങ്ങിങ് ഓഫ് കൺവിക്ട് ടിൽ ഡെത്ത്, മരണം വരെ തൂക്കിക്കൊല്ലുക, അങ്ങനെയാണ് പറയുന്നത്. മരണം വരെ എന്നുള്ളത് ഹാങ്ങിങ് ഓഫ് കൺവിക്ട് എന്നുള്ള രീതിയിലായിരിക്കും ഓപ്ഷൻസിൽ കാണാം. ഒന്നുകിൽ ഹാങ്ങിങ് ഓഫ് കൺവിക്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കും. പിന്നെ ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക ഹാങ്ങിങ് ഓഫ് കൺവിക്ട് ടിൽ ഡെത്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസറും ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ടിൽ ഡെത്ത് ഈ വേർഡ് മറക്കരുത്, ടിൽ ഡെത്ത് ആണ് അതിൽ ആൻസർ. അങ്ങനെ വരുമ്പോൾ ഹാങ്ങിങ് ഓഫ് കൺവിക്ട് ടിൽ ഡെത്ത് ആണ് ഡെത്ത് സെന്റൻസിൽ ക്രിമിനൽ പണിഷ്മെന്റ് ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുപോകുന്നത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which section of IPC deals with the offense of punishment for attempt to murder? Attempt to murder ആണ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓപ്ഷനിൽ ചോദിക്കുമ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുക സെക്ഷൻ 300, സെക്ഷൻ 302, സെക്ഷൻ 307 അങ്ങനെ ഇങ്ങനെ ഓപ്ഷൻസിൽ തരും. അപ്പൊ നമ്മൾ 302 കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരും. പണിഷ്മെന്റ് ഫോർ മർഡർ ആണ് 302. പണിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ് ടു മർഡർ ആവുമ്പോഴെന്താണ്? കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ശ്രമിക്കുമ്പോൾ അതിനുള്ള സെക്ഷൻ വരുന്നത് 307 ആണ് IPC പറയുന്നത്. മറക്കരുത്, പണിഷ്മെന്റ് ഫോർ മർഡർ വരുമ്പോൾ സെക്ഷൻ 302 ആണ്, 302ാമത്തെ വകുപ്പിലാണ് അത് മെൻഷൻ ചെയ്യുന്നത്. പണിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ് ടു മർഡർ ആവുമ്പോൾ വരുന്നത് 307 ആണ്. സെക്ഷൻ 307ലാണ് അറ്റംപ്റ്റ് ടു മർഡർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് റോബറി കംസ് ഡെക്വൈറ്റി when the total number of persons committing the same is dash. റോബറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കവർച്ചയാണ്. അപ്പൊ റോബറി അതൊരു ഡെക്വൈറ്റി ആകുമ്പോൾ, ഡെക്വൈറ്റി എന്ന് പറയുമ്പോൾ റോബറിയുടെ കുറച്ചുകൂടി ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ഫോം ആണ് ഡെക്വൈറ്റി എന്ന് പറയുന്നത്. അതിന്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 മെമ്പേഴ്സ് മിനിമം നിർബന്ധമാണ്. അതിൻ്റെ അകത്ത് 5 or more എന്നാണ് പറയാ. ഡെക്വൈറ്റി ആവുമ്പോൾ 5 or more ആണ്. 5 പേഴ്സൺസിൽ കൂടുതലാവുമ്പോൾ ആ റോബറി കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ആൾക്കാർ 5 പേഴ്സണിൽ കൂടുതലാവുമ്പോൾ അത് റോബറി ആവില്ല, അത് ഡെക്വൈറ്റി ആയിട്ട് മാറും. ഡെക്വൈറ്റി ആവുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഗ്രീവിയസ് ആയിരിക്കും. അവിടെ വെപ്പൺസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, ആംസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഇന്റൻഷൻ ടു ഡെത്ത് ഉണ്ടായിരിക്കും, മർഡർ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഗ്രീവിയസ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്രിമിനൽ ആക്ടിവിറ്റി കുറച്ചുകൂടെ കൂടിയ ഇതിൽ വരുമ്പോഴാണ് ഡെക്വൈറ്റി എന്ന് പറയാം. ഡെക്വൈറ്റി ആവുമ്പോൾ അറ്റ്ലീസ്റ്റ് 5 persons ആണ് മെമ്പേഴ്സ്. ഡെക്വൈറ്റി ചെയ്യാൻ വരുന്നത് അറ്റ്ലീസ്റ്റ് 5 persons ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് when did Constituent Assembly adopt a national flag? എന്നാണ് നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്? ആർക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റിയ കുറച്ച് സന്തോഷം, അതുകൊണ്ടാണ് ചോദിച്ചത്. നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് എന്ന് എനിവൺ? നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത് ആരും പറയുന്നില്ല. ഓക്കെ, 22nd ജൂലൈ 1947. 22nd ജൂലൈ 1947 ആണ് നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്. നാഷണൽ ഫ്ലാഗുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം. നാഷണൽ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിങ്കാളി വെങ്കയ്യ. പിങ്കാളി വെങ്കയ്യ. ഓക്കെ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 2. ഇത് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടൊരു ആൻസർ ആയിരുന്നു ഇത്. പിങ്കാളി വെങ്കയ്യ അദ്ദേഹമാണ് നാഷണൽ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്യുന്നത്. പിങ്കാളി വെങ്കയ്യാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 2. നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത ദിവസമായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് ജൂലൈ 22nd 1947. അത് ഇയർ ഒക്കെ നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മൾ ഇൻഡിപെൻഡൻസ് ആവുന്നതിന് മുന്നേ ആയിരിക്കുമല്ലോ നമുക്ക് ഒരു നാഷണൽ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ആയിരിക്കുമല്ലോ അതിൽ വരുന്നുണ്ടാവുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓഗസ്റ്റിന് മുന്നേ തൊട്ട് മുന്നേ ആണ് നമുക്ക് ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. 22nd ജൂലൈനാണ് 1947. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When did Constituent Assembly adopt a flag national song? National song adopt ചെയ്തത്. When did Constituent Assembly adopt a national song? 24th January 1950. 24th ആണ്. 24th January 1950. മറക്കരുത്, 24th January 1950. National song. National song. Next question. The plan to transfer power to the Indians and partition of the country was laid down in the dash. The plan
to transfer powers to Indians and partition of the country. അതെന്താ ആൻസർ വരുന്നത്? ആ പ്ലാനിന് പറയുന്ന പേരാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ദ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന ആ പ്ലാനിലായിരുന്നു നമ്മുടെ ഇന്ത്യൻസിന്റെ പാർട്ടീഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന പ്ലാൻ ആയിരുന്നു മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഓക്കെ, മൗണ്ട് ബാറ്റൻ പ്ലാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21-ലാണ്. ആർട്ടിക്കിൾ 21-ലാണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഓക്കെ എന്നതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പ്രൊപ്പൗണ്ടഡ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇൻ ഏത് കേസാണെന്നാണ് ചോദ്യം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇന്ത്യന്റെ ഭരണഘടനയിൽ കുറെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് അതിന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് കണക്കാക്കിയിട്ട് ആ ബേസിക് സ്ട്രക്ചർ പ്രിൻസിപ്പിൾസിൽ വരുന്ന ആ കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് അമെൻഡ് ചെയ്യാൻ ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ അതിനെ ലംഘിച്ചുകൊണ്ട് ഒരു ലോ കൊണ്ടുവരാനോ സാധിക്കില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതൊക്കെ ബേസിക് സ്ട്രക്ചറുടെ ഭാഗമാണ്. ബേസിക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതിൽ ആ ലോനെ പിന്നെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വേറൊരു ആക്ടോ വേറൊരു ലോയോ ഓർഡിനൻസോ ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിന്റെ ഭാഗമാണ് ആ ഒരു ഡോക്ട്രിൻ കൊണ്ടുവന്ന കേസ് ഏതാണ്? അതായിരുന്നു കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ് എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യത്തിൽ കേശവാനന്ദ ഭാരതി കേസ് നമ്മൾ പഠിക്കും. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടുതലായിട്ട് പൊതു താല്പര്യ ഹർജികൾ ഒരുപാട് ഫയൽ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു കേശവാനന്ദ ഭാരതി. അദ്ദേഹം കൊണ്ടുപോയ ഒരു കേസ് തന്നെയാണ് കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോർട്ട് ഇങ്ങനൊരു ഡോക്ട്രിനെ കുറിച്ച് പറയുന്നത്, പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നുള്ള ഈ ഡോക്ട്രിൻ കൊണ്ടുവന്നത് കേശവാനന്ദ ഭാരതി കേസിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ലിറ്ററസി ഡേ. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ഇതിന് മുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിട്ടുപോയതാണ്. ഓക്കെ, നമുക്ക് ഇതിന് ആൻസർ പറയാം. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ പറയുന്നത് 8th September ആണ്. 8th September ആണ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ. എ സെന്റൻസ് ഓഫ് ഡെത്ത് ബൈ എ ലോവർ കോർട്ട് must be confirmed by high court. ഓക്കെ, ഒരു നമ്മൾ എന്തെങ്കിലും ഒരു സെന്റൻസ് ഇങ്ങനെ ഹൈക്കോർട്ടിന്റെ കൺസെന്റ് ഇല്ലാണ്ട് നമുക്ക് ഡെത്ത് സെന്റൻസ് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നതാണ്. must be confirmed by high court. ഓക്കെ, മറക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രീവിയസ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഹൈക്കോർട്ടിന്റെ കൺഫർമേഷൻ മസ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത്, offense which cannot be compromised between the parties is known as. Offense which cannot be compromised between parties. Non-compoundable cases. കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാത്തത്, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് പാർട്ടീസിനിടയിൽ അങ്ങനെ വരുന്ന ഒഫൻസുകളുടെ മേൽ വരുന്ന കേസുകളെ പറയുന്ന പേരാണ് നോൺ കോമ്പൗണ്ടബിൾ കേസസ്. കുറെ കേസസ് ഉണ്ട്, ബെയിലബിൾ, നോൺ ബെയിലബിൾ. അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ പിന്നെ പഠിക്കുന്നതാണ് കോഗ്നൈസബിൾ, നോൺ കോഗ്നൈസബിൾ, അതുപോലെ തന്നെ കോമ്പൗണ്ടബിൾ, നോൺ കോമ്പൗണ്ടബിൾ എന്നുള്ള കുറെ കേസുകൾ നമ്മൾ പഠിക്കും. കോമ്പൗണ്ടബിൾ എന്ന് പറയുമ്പോൾ ഒത്തുതീർപ്പാക്കിയിട്ട് ആ കേസ് നമുക്ക് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ പിൻവലിക്കാൻ പറ്റും, കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കേസുകൾ ലെസ് സീരിയസ് ആയിട്ടുള്ള കേസുകളായിരിക്കും, അത്ര സീരിയസ് അല്ലാത്ത കേസുകളായിരിക്കും. അതിനെ നമ്മൾ കോമ്പൗണ്ടബിൾ കേസസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് രണ്ട് പാർട്ടികൾ തമ്മിലുണ്ട്, ആ പാർട്ടികൾ തമ്മിൽ സീരിയസ് ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് അത് സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസ് എന്നാ പറയാ അതിന് സീരിയസ് ആവുമ്പോൾ. അപ്പൊ ആ ഒഫൻസസ് നമുക്ക് ഒരിക്കലും കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല, ഒത്തുതീർപ്പാക്കി തീർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളെയാണ് നോൺ കോമ്പൗണ്ടബിൾ കേസസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് ദ മീനിങ് ഓഫ് കോർപ്പസ് ജൂറിസ്. കോർപ്പസ് ജൂറിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബോഡി ഓഫ് ലോ. കോർപ്പസ് ജൂറിസ്, ബോഡി ഓഫ് ലോ. കോർപ്പസ് ജൂറിസ്, ബോഡി ഓഫ് ലോ.
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് the right of a party to initiate an action and he heard before a court of law is called. ഒരു കേസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ റൈറ്റ് ആണത്. അങ്ങനെയുള്ള ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ലോക്കസ് സ്റ്റാൻഡി, പ്ലേസ് ഓഫ് സ്റ്റാൻഡിങ് എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ് ലോക്കസ് സ്റ്റാൻഡി. അതൊരു റൈറ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു പാർട്ടിക്ക് ഒരു കേസ് ഇനീഷ്യേറ്റ് ചെയ്ത് കോടതിന് മുന്നിൽ അപ്പിയർ ആയി ബിഫോർ കോടതിന് മുന്നിൽ നിൽക്കാനുള്ള ഒരു റൈറ്റിനെയാണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫോഴ്സ് ഓർ വയലൻസ് യൂസ്ഡ് ബൈ ആൻ അൺലോഫുൾ അസംബ്ലി ഇൻ ദ പ്രോസിക്യൂഷൻ ഓഫ് ദെയർ കോമൺ ഒബ്ജക്ട് ഈസ് കോൾഡ്. ഫോഴ്സ് ഓർ വയലൻസ് യൂസ്ഡ് ബൈ ആൻ അൺലോഫുൾ അസംബ്ലി in the prosecution of their common object is called writing. ഒരു കോമൺ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു വയലൻസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അൺലോഫുൾ ആയിട്ട് അസംബിൾ ചെയ്തിട്ട് ഒരു കോമൺ ഒബ്ജക്റ്റിന്റെ മുകളിലാണ് അത് നടക്കുന്നത്. അങ്ങനെയുള്ള വയലൻസിന് എന്താ പറയാ? റൈറ്റിംഗ്. ലഹള എന്നൊക്കെ പറയും, നമ്മൾ അങ്ങനെ പഠിക്കുമല്ലോ. ലഹള ഒരു കുറച്ച് ആളുകൾ കൂടി ചേർന്ന് കോമൺ ഒബ്ജക്റ്റ് ആണ്, അവർക്കൊരു ലക്ഷ്യം ഒന്നായിരിക്കും. അങ്ങനെയുള്ള അസംബ്ലി, അൺലോഫുൾ അസംബ്ലി, നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അസംബ്ലി, അങ്ങനെ അവരുണ്ടാക്കുന്ന വയലൻസും അതിന് പറയുന്ന പേരാണ് റയറ്റിംഗ്. മറക്കരുത്, റയറ്റിംഗ്. നെക്സ്റ്റ് ട്രൈഫിൾസ്. ട്രൈഫിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിഫിൾസ് എന്ന് പറയും, ട്രൈഫിൾസ് എന്ന് പറയാം. ട്രിഫിൾസ് എന്ന് പറയുന്നത് കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. ട്രിഫിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ എന്താ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, സില്ലി ആയിട്ടുള്ള കേസസ്. സില്ലി ആയിട്ടുള്ള കേസസ് ഒക്കെ വരിക മൈന്യൂട്ട് ഒഫൻസസ് ആണ്, മൈനർ ഒഫൻസസ് ആണ്. അങ്ങനെയുള്ള കേസുകൾ കോടതി എന്ത് ചെയ്യും? അങ്ങനെയുള്ള കേസുകൾ കോടതി തള്ളിക്കളയും. ട്രിഫിൾസ് ആയിട്ടുള്ള കേസുകൾ കോടതി എടുക്കില്ല. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാള് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാളുടെ അടുത്തിരിക്കുന്ന ആള് ഒരു ഫയലോ എന്തെങ്കിലും വെച്ചാല് അറിയാണ്ട് ആ ഫയൽ താഴേക്ക് എടുത്തിട്ടു. അപ്പൊ അയാളെ കയ്യിൽ നിന്ന് മുറിവായി, ചെറുതായിട്ട് ആ ഫയലിന്റെ സൈഡ് പോറിയിട്ട് മുറിവായി. അപ്പോ അയാൾ വ്യക്തിപരമായിട്ട് ഇവര് തമ്മിൽ ശത്രുക്കളാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യാണ്? ഇങ്ങനെ അപകടം പറ്റി ഇയാൾ കാരണം അങ്ങനെ ഒരു മുറിവ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഒഫൻസ് കാണിച്ചുകൊണ്ട് കോടതിനെ സമീപിക്കുമ്പോൾ കോടതി എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യില്ല, റിജക്ട് ചെയ്ത് കളയും ആ കേസ്. അങ്ങനെയുള്ള കേസുകൾക്കാണ് ട്രൈഫിൾസ് എന്ന് പറയാം. മറക്കരുത്, ട്രിഫിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഒഫൻസസ് ആണ്, മൈനർ ഒഫൻസുകളാണ്, വളരെ ചെറിയ ഒഫൻസുകളെയാണ്, ലെസ് സീരിയസ് ഗ്രീവിയസ് ഒഫൻസ് ആവില്ല. അങ്ങനെയുള്ള കേസുകളെയാണ് മൈന്യൂട്ട് ഒഫൻസ് എന്ന് പറയാം. അത് കോടതിയിൽ അക്സെപ്റ്റബിൾ അല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു കോൺസ്റ്റിറ്റ്യൂട്ട് അൺലോഫുൾ അസംബ്ലി ദ അസംബ്ലി മസ്റ്റ് ഹാവ് എ കോമൺ ഒബ്ജക്ട്. ഒരു കോമൺ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഒരു അൺലോഫുൾ അസംബ്ലി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ലീഗലി ആയിട്ട് പറ്റാത്ത രീതിയിൽ അൺലോഫുൾ ആയിട്ട് ഒരു അസംബ്ലി ഉണ്ടാവുന്നതിന് ഉറപ്പായിട്ടും അവിടെ ഒരു കോമൺ ഒബ്ജക്റ്റും കൂടെ ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഒരുപാട് വ്യത്യസ്തമായ ഒബ്ജക്റ്റുകൾ ഉള്ള ആളുകൾ, ലക്ഷ്യങ്ങൾ വേറെ വേറെ ആയിരിക്കും. എന്നിട്ട് അവര് ലീഗലി ഒരു അൺലോഫുൾ ആയിട്ട് ഇല്ലീഗലി ഒരു അസംബ്ലി ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിന് നമ്മള് ഒരു അൺലോഫുൾ അസംബ്ലി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരില്ല. അവിടെയുള്ള അസംബ്ലിക്ക് കോമൺ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ കോമൺ ഒബ്ജക്റ്റ്. ടു കോൺസ്റ്റിറ്റ്യൂട്ട് അൺലോഫുൾ അസംബ്ലി ദ അസംബ്ലി മസ്റ്റ് ഹാവ് എ കോമൺ ഒബ്ജക്റ്റ്. A promise not supported by consideration is called. എന്താണ് ഇത് വായിക്കുക? nudum pactum. nudum pactum. A promise not supported by consideration is called nudum pactum. ഇതൊരു ലീഗൽ മാക്സിം ആണ്, ലാറ്റിൻ വേർഡ് ആണ്. ആ ലാറ്റിൻ വേർഡിന്റെ അർത്ഥമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എ പ്രോമിസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. ഒരു പ്രോമിസ് ഉണ്ട്, പക്ഷെ അത് കൺസിഡറേഷൻ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതല്ല. അങ്ങനെയുള്ള സാഹചര്യം ഒരു പ്രോമിസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ, nudum pactum എന്നുള്ള വേർഡാണ്, nudum pactum. നെക്സ്റ്റ് ഡെത്ത് ഡ്യൂ ടു, സോറി ഇത് ഡ്യൂ ടു 2 തവണ വന്നു പോയതാണ് ടൈപ്പ് ചെയ്തപ്പോ. ഡ്യൂ ടു സഡൻ പ്രൊവോക്കേഷൻ, കൾപ്പബിൾ ഹോമിസൈഡ്. ഇത് 2 ഡ്യൂ ടു ഇല്ല കേട്ടോ, ഒരെണ്ണം മിസ്റ്റേക്ക് ആയിട്ട് വന്നു പോയതാണ്. ഓക്കെ, കൾപ്പബിൾ ഹോമിസൈഡ്, ഒരു ഡെത്ത് സംഭവിക്കുകയാണ്, അത് പെട്ടെന്നുള്ള ഒരു പ്രൊവോക്കേഷന്റെ മുകളിലാണ് അവിടെ ഡെത്ത് സംഭവിച്ചിട്ടുള്ളത്.
ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഇന്റൻഷനോ മെന്റലി അയാളെ കൊല്ലണം എന്നുള്ള പെട്ടെന്നുള്ള ഒരു ഇന്റൻഷനോ അല്ല പെട്ടെന്നല്ല സോറി പറയുന്നത് എന്താ വെച്ചാല് ഇന്റൻഷൻ ഉണ്ടായിട്ട് നമ്മൾ ഒരു മെന്റലി ഗിൽറ്റി മൈൻഡ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മർഡർ ആയിരിക്കും. മർഡർ ആവുമ്പോൾ മർഡർ കമ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരിക്കണം, ഗിൽറ്റി ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് മർഡർ ആവുക. സഡൻ പ്രൊവോക്കേഷന്റെ പേരിൽ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടത്തുന്ന മരണത്തെയാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള വേർഡ് കൊണ്ട് പറയുന്നത്. കൾപ്പബിൾ ഹോമിസൈഡ്. ഓക്കെ, കൾപ്പബിൾ ഹോമിസൈഡ്, ഡെത്ത് ഡ്യൂ ടു സഡൻ പ്രൊവോക്കേഷൻ. സഡൻ പ്രൊവോക്കേഷന് മുകളിലാണ് കൾപ്പബിൾ ഹോമിസൈഡ് നടക്കുന്നത്. പിന്നെ വരുമ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫാദർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അത് ഒരുപാട് കേസസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് മുകളിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകുന്നുണ്ട്. ആ കേസുകൾക്ക് പൊതു താല്പര്യ ഹർജികൾ എന്നാണ് പറയുക. പൊതു താല്പര്യ ഹർജികൾ. ഫാദർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് PN ഭഗവതിയാണ്. ജസ്റ്റിസ് PN ഭഗവതി ഓർത്തു വെക്കുക, ജസ്റ്റിസ് PN ഭഗവതിയാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ആർട്ടിക്കിൾ നമുക്ക് പറയുമ്പോൾ റിട്ടിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. റിട്ട് എന്ന് പറഞ്ഞതും ഒരു ഫണ്ടമെന്റൽ റെമഡിയാണ്. ഫണ്ടമെന്റൽ റെമഡിന്റെ ഭാഗം തന്നെയാണ് പിന്നെ വരുന്ന ഒരു ഭാഗം തന്നെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അതിന് ഷോർട്ടാക്കി നമ്മൾ പഠിക്കുമ്പോൾ പിൽ എന്നാണ് പറയുക. PIL, പിൽ എന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഷോർട്ടാക്കി നമ്മൾ പഠിക്കുന്നത്. ഹൈക്കോടതിനെയും സുപ്രീം കോടതിനെയും നമുക്ക് സമീപിക്കാൻ സാധിക്കും. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ, അത് പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മാറ്റർ ആയിരിക്കണം. അവിടെ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി ഉള്ള ഒരു കാര്യത്തിന് മുകളിൽ ഒരാൾക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അത് അറ്റ് ലാർജ് പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് പബ്ലിക്കിന് എന്തെങ്കിലും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യത്തിന്റെ മുകളിൽ മാത്രമാണ് നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ വിച്ച് കൺട്രി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് പിൽ? ഏത് രാജ്യമാണ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പില്ല് എന്ന് വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് രാജ്യമാണ്? USA ആണ് ആൻസർ. ഇൻ 1960s USA ആദ്യമായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നിട്ടുള്ളത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഒഫൻസിന്റെ മുകളിലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ലംഘിക്കപ്പെടുന്നതിന്റെ മുകളിലോ കൊടുക്കാൻ പറ്റുന്ന ഒരു കേസല്ല. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിരിക്കണം, സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വരുന്ന കാര്യത്തിലാണ് ഇത് ഫയൽ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നമ്മൾ ഫയൽ ചെയ്യുന്നത് ആ പേഴ്സണലി ആർക്കാണോ അത് കാരണം നഷ്ടം സംഭവിച്ചിട്ടുള്ളത്, ആ സൊസൈറ്റിയിൽ എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഈ നഷ്ടം സംഭവിച്ച ആൾ തന്നെ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ അതിലെ പാർട്ടി ഡാമേജ് പറ്റിയ ആളായിരിക്കണം എന്നില്ല ഇത് ഫയൽ ചെയ്യേണ്ടത്. ഈ ഫയൽ ചെയ്യുന്നത് ആർക്കും ഫയൽ ചെയ്യാം, ഏതൊരു വ്യക്തിക്കും ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കൂട്ടം ആളുകൾ അഫക്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം, എന്നാലും ഒരാൾക്ക് അത് ഫയൽ ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ പ്രത്യേകതയാണത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ്. ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ്. ഇത് നമ്മൾ GK സൈഡിലും കൂടെ വരുന്നതാണ്, പക്ഷെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് സൈഡിലും നമ്മൾ പഠിച്ചു പോകണം, കാരണം ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. മിസ്സസ് സുജേത കൃപലാനി. ഓക്കെ, സുജേത കൃപലാനി മറക്കരുത്. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ, വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ്, മിസ്സസ് സുജേന്ദ്ര കൃപലാനി. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഈ നെക്സ്റ്റ് വരുന്ന ഈ ആൻസേഴ്സ് എന്ന് പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് അടുപ്പിച്ച് തന്നെ പഠിച്ചു പോവുക, ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? സർ വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഓക്കെ,
ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിലെ ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ആ സമയത്തെ ഈ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് മൗണ്ട് ബാറ്റൻ. നമ്മൾ നേരത്തെ പഠിച്ചു മൗണ്ട് ബാറ്റൻ പ്ലാനിലൂടെയാണ് പവേഴ്സ് ഒക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം പവേഴ്സ് ഒക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്, ഈ ഇന്ത്യൻ ഗവൺമെന്റിന് മാറ്റപ്പെടുന്നു. ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാൻ ആയിരുന്നു മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോ ആ കാര്യം ഓർത്തു വെക്കുക. മൗണ്ട് ബാറ്റൻ ആയിരുന്നു ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രിട്ടീഷുകാരനല്ലാതെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ, സി രാജഗോപാലാചാരി ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വരുന്നത്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് സർ വാരൻ ഹേസ്റ്റിങ്സ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റൻ വരും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സി രാജഗോപാലാചാരി എന്ന് വെച്ചാൽ ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തി. നെക്സ്റ്റ്, ഹു ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് ജുഡീഷ്യറി? ആരാണ് ജുഡീഷ്യറിയുടെ ഫാദർ? ആർക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമോ? എനിവൺ ജസ്റ്റ് ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ആണ് ജുഡീഷ്യറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജുഡീഷ്യറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ആണ്. ഹു ഇസ് നോൺ ആസ് ഫാദർ ഓഫ് ജുഡീഷ്യറി? ജുഡീഷ്യറിയുടെ പിതാവ് വി ആർ കൃഷ്ണയ്യർ സർ ആണ്, മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റ് ഈസ് ബേസ്ഡ് ഇൻ ദി പ്രിൻസിപ്പിൾ ഓഫ്? ഇന്ത്യൻ പാർലമെന്റ് ഈസ് ബേസ്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബൈകാമറലിസം എന്ന് വെച്ചാൽ ലോക്സഭ രാജ്യസഭ എന്നുള്ള രീതിയിലും ബൈകാമറൽ ആണ് നമ്മുടെ പ്രൊസീഡിങ്സ് പോകുന്നത്. ഓക്കെ, ബൈകാമറൽ പ്രൊസീഡിങ്സ് ആണ് ഇന്ത്യയിലെ പാർലമെന്റ് കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ഈസ് ബേസ്ഡ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ബൈകാമറലിസം. നെക്സ്റ്റ്, who is described as the first law officer? ഫസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത് ഓഫ് ഇന്ത്യ ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ലോ ഓഫീസർ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുമ്പോൾ ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഫസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത്. പ്രഥമ ലോ ഓഫീസർ തസ്തികയിൽ ഇരിക്കുന്ന ആളാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, which provision of the Constitution of India 1950 deals with the legislative powers of the president? Which provision of? ആർക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമോ? ഏത് പ്രൊവിഷൻ ആണെന്ന്? Which provision of Indian Constitution 1950 deals with the legislative power of the president? ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 123ലാണ് പറയുന്നത് ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ കുറിച്ചിട്ട്, പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ കുറിച്ചിട്ട് പറയുന്ന പ്രൊവിഷൻ ഏതാണ്? ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 123 of the Indian Constitution deals with the legislative powers of the president. Okay. Next question. Constitution provision prohibits employment of children below the age of 14 years to be employed in factories. ആർട്ടിക്കിൾ 24ലാണ് ആ കാര്യം പറയുന്നത്. ആർട്ടിക്കിൾ 24ലാണ് പറയുന്നത് കുട്ടികൾ, ചെറിയ കുട്ടികൾ പിന്നെ ഫാക്ടറീസിലൊന്നും എന്ന് വെച്ചാൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 24. മറക്കരുത്, ആർട്ടിക്കിൾ 24 ആണ് അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. എംപ്ലോയ്മെന്റ് ആക്ട് ആണോ, എന്ത് ആക്ടിലാണ് ഇത് വരിക എന്നുള്ളത്, ചില പ്രൊവിഷൻ എന്താ പറയാ, കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആക്ട് ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്.
അപ്പൊ ആർട്ടിക്കിൾ 24 മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ചെറിയ കുട്ടികളെ കൊണ്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 24. നെക്സ്റ്റ്, വെൻ വാസ് ആർട്ടിക്കിൾ, എന്നാണ് ആർട്ടിക്കിൾ 21A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഭാഗമായത്? പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. അത് 2002-ലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് മാറിയത്. ആർട്ടിക്കിൾ 21A 2002-ലാണ് പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് മാറിയത്. എക്കോ മാർക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്കോ മാർക്ക് ഈസ് ഇഷ്യൂഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. എക്കോ മാർക്ക് എന്നുള്ള വേർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് മീൻസ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ക്വസ്റ്റ്യനിൽ ഒരു ദിവസം ടെസ്റ്റ് പേപ്പറിൽ ഇട്ട ക്വസ്റ്റ്യനിൽ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് മീൻസ് ദ റിലേഷൻഷിപ്പ് based on anyone? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്ത് റിലേഷൻഷിപ്പിന്റെ ബേസിലായിരിക്കും ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയാ? ആൻസർ ഈസ് ട്രസ്റ്റ്, വിശ്വാസമാണ് അവിടെ. അതൊരു ഉദാഹരണം പറയാൻ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ വരുന്നതാണ്. പിന്നെ നമ്മുടെ എന്താ പറയാ അഡ്വക്കേറ്റ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിന്റെ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയാ. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് മീൻസ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. എക്സാമ്പിൾ ആണ് അഡ്വക്കേറ്റ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് എക്സെട്ര are there examples for this fiduciary relationship based on trust. ട്രസ്റ്റിന്റെ ബേസിലാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. മറക്കരുത്, മറന്നു പോരുത്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, ആ വേർഡ് മറക്കരുത്. നെക്സ്റ്റ്, ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് മേ എക്സ്റ്റെൻഡ് അപ് ടു. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര വരെ ആവാം? എത്ര വരെയാണ് അതിന്റെ എക്സ്റ്റെൻഡ് പറയുന്നത്? ആൻസർ 12 nautical miles from the baseline of the coastal states. ഓക്കെ, അത് കടൽ തീരത്ത് നിന്ന് പറയുന്നത് 12 nautical miles from the baseline of the coastal states എന്നാണ് പറയുന്നത്. ഓക്കെ, ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ എക്സ്റ്റെൻസ് ആണ് പറയുന്നത്. 12 nautical miles ആണ് ഫ്രം ദ ബേസ് ലൈൻ ഓഫ് ദി കോസ്റ്റൽ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ്, ദ 4th schedule ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത്. 4th schedule എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇതൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പറയൂ. ആരെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചോ? ഓക്കെ, അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് 4th schedule-ആയിരുന്നു. 4th schedule-ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന 4th schedule-ആണ് അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് വാസ് ഡ്രാഫ്റ്റഡ് ബൈ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടാക്കിയത് ആരാണ്? അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? ജെയിംസ് എഫ് സ്റ്റീഫൻ. മറക്കരുത്, ഈ വേർഡ് പേരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരു 90% എങ്കിലും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം ഇന്നത്തെ ദിവസം തന്നെ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് വാസ് ഡ്രാഫ്റ്റഡ് ബൈ ജെയിംസ് എഫ് സ്റ്റീഫൻ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോത്താരി കമ്മീഷൻ റിലേറ്റ്സ് ടു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്മീഷൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോത്താരി കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ
റിലേറ്റ്സ് ടു എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോത്താരി കമ്മീഷൻ. ഓക്കെ, കോത്താരി കമ്മീഷൻ റിലേറ്റ്സ് ടു എഡ്യൂക്കേഷൻ. Traffic in human beings is dash in the constitution. Traffic in human beings എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് നമ്മൾ പറയുന്നത്? സോറി, ഏത് ആർട്ടിക്കിൾ ആണെന്നുള്ള ചോദ്യം എന്തായിട്ടാണ് നമ്മൾ പറയുന്നത്? Prohibited in constitution. ഓക്കെ, ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് നമുക്കറിയാം, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് പഠിക്കുന്നത്. ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രൊവിഷനിൽ പഠിക്കുന്നതാണ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞത് എന്തിലാണ്? പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആ ഏരിയയിൽ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രോഹിബിറ്റഡ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് പ്രോഹിബിറ്റഡ് ആണ്. ഓക്കെ, മനുഷ്യക്കടത്ത് എന്നാണ് പറയുന്നത്. ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സിന് മലയാളം മനുഷ്യക്കടത്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പ്രോഹിബിറ്റഡ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് guaranteed by the Constitution of India 1950 cannot be suspended during emergency? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, എമർജൻസി സമയത്ത് നമ്മൾ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല. അവിടെ ആ സമയത്ത് അത് സ്ട്രക്ക് ഡൗൺ ആണ്. അവിടെ പിന്നെ എന്താ പറയാ, അസാധുവായ പോലെ നിൽക്കുന്ന ഒരു ഭാഗമാണ്, ആ സമയമാണ് എമർജൻസി ടൈം. അപ്പോൾ പ്രസിഡൻഷ്യൽ നിയമം മാത്രമായിരിക്കും ആ സമയം വരിക, പ്രസിഡന്റിന്റെ മാത്രം ഇതായിരിക്കും അവിടെ വരിക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത, ആ സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗം, ഫണ്ടമെന്റൽ റൈറ്റിലെ ഭാഗം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 and 20 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ പഠിച്ചതാണ്. അറസ്റ്റഡ് പേഴ്സൺസിന്റെ ഒക്കെ റൈറ്റിനെ കുറിച്ചൊക്കെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് പേഴ്സണൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നുള്ള ആർട്ടിക്കിൾ 21 നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ രണ്ട് ആർട്ടിക്കിളും ഒരിക്കലും നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിലെ പ്രധാനപ്പെട്ട ഈ രണ്ട് ആർട്ടിക്കിളുകൾ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഏത് സാഹചര്യത്തിൽ? എമർജൻസി സമയത്ത് പോലും സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്ത രണ്ട് ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 20 and 21. ഓക്കെ, which of the following fundamental rights guaranteed by the Constitution of India 1950 cannot be suspended during the emergency? Right, ഏതൊക്കെയാണ് പറയുന്നത്? റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 20 and 21 മറക്കരുത്. നെക്സ്റ്റ്, who headed the first commission on backward classes? ആരായിരുന്നു ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? who headed the first? കാക്കാ സാഹേബ് കലേക്കർ. ഓക്കെ, കാക്കാ സാഹേബ് കലേക്കർ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഫസ്റ്റ് കമ്മീഷൻ ഓൺ ബാക്ക്വേർഡ് ക്ലാസസ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. who headed the first commission on ബാക്ക്വേർഡ് ക്ലാസസ് എന്ന ചോദ്യത്തിന് കാക്കാ സാഹിബ് കലേക്കർ ആണ് ആൻസർ വരിക. വാട്ട് ഡസ് വൈപ്പോ ഡീൽസ് വിത്ത്? വൈപ്പോ എന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ ആണ്. നമ്മളത് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വൈപ്പോ വന്നിട്ടുള്ളത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ് വൈപ്പോ പറയുന്നത്. ഓക്കെ, അത് ഇന്റർനാഷണൽ ഒരു ഓർഗനൈസേഷൻ ആണ് വൈപ്പോ എന്ന് പറയുന്നത്. അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, the disobedience of any judgment, order, etc. of a court amounts to ഒരു ജഡ്ജ്മെന്റിന് ഡിസൊബീഡിയന്റ് ചെയ്യുക, അല്ലെ ജഡ്ജ്മെന്റിനെ ഓർഡറിനെ എന്തെങ്കിലും ഡിസൊബീഡിയന്റ് ചെയ്യുക,
അതുമായിട്ട് സഹകരിക്കാതിരിക്കുന്ന സാഹചര്യം എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കോർട്ടിന് അതൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ കോർട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കോർട്ടിലെ ജഡ്ജ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജഡ്ജ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് അപ്പീലൊക്കെ പോവാൻ സാധിക്കും. ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റും. പക്ഷെ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണ് എന്നാണ് പറയുക. കോടതി അലക്ഷ്യം, കോടതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അതിൽ നിൽക്കുന്നത്. അപ്പൊ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് who said litigation is game in which the court is umpire. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു വേർഡ് ആരാ പറഞ്ഞിട്ടുള്ളത്? ലിറ്റിഗേഷൻ ഈസ് ഗെയിം ഇൻ വിച്ച് ദ കോർട്ട് ഈസ് അമ്പയർ. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കേസ് ഒക്കെ കൊടുക്കുന്നതും നമുക്കൊരു അന്യായം ഉണ്ടാവുന്നതും അതൊക്കെയാണ് ലിറ്റിഗേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് പറയുന്നത്. കോടതിയിൽ നമ്മളൊരു കേസ് മൂവ് ചെയ്യുന്നതിനൊക്കെയാണ് ലിറ്റിഗേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലിറ്റിഗേഷൻ ഒരു ഗെയിമാണ്, അതിൽ കോടതി ഒരു അമ്പയർ ആണ് എന്നാണ് ആരാണ് പറഞ്ഞത്? പൊള്ളോക്ക് ആണ് പറഞ്ഞത്. പൊള്ളോക്ക്. അത് ഇന്റർനാഷണൽ ലോ റിലേറ്റ് ചെയ്തത് നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ വരുന്നതാണ് ഇത് വരുന്നത്. ലിറ്റിഗേഷൻ ഈസ് ഗെയിം ഇൻ വിച്ച് ദ കോർട്ട് ഈസ് അമ്പയർ. പൊള്ളോക്ക് ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പൊള്ളോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, by which constitutional amendment the voting age was reduced from 21 to 18? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലായിരുന്നു 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് വോട്ടിംഗ് ഏജ് കുറച്ചത്? 21 വയസ്സായിരുന്നു വോട്ടിംഗ് ഏജ്, 18 വയസ്സിലേക്ക് ചുരുക്കിയത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലായിരുന്നു? 61st 61ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആയിരുന്നു അത്. 1988 1988 അമെന്റ്മെന്റ് ആയിരുന്നു 61st അമെന്റ്മെന്റ് ആണ് 21 ഇയേഴ്സ് എന്നുള്ളത് 18 ഇയേഴ്സിലേക്ക് കുറച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്ന സ്പീഡായിട്ടൊന്നുമല്ലല്ലോ, പതുക്കെന്നല്ലേ പോകുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ. The word state is defined under article. State എന്നുള്ള വേർഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 12ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 12ലാണ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. The word state is defined under article 12 of Indian Constitution. Okay, ആർട്ടിക്കിൾ 12ലാണ് സ്റ്റേറ്റ് എന്നുള്ള വേർഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. Next question, which article deals with Uniform Civil Code in Constitution of India? Which article deals with Uniform Civil Code in Constitution of India? ഏത് ആർട്ടിക്കിൾ ആണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ഏത് ആർട്ടിക്കിൾ ആണ് യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ആർട്ടിക്കിൾ 44ലാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. 44 യൂണിഫോം സിവിൽ കോഡ് മറക്കരുത്. 44 യൂണിഫോം സിവിൽ കോഡ് ഡീൽ ചെയ്യുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 44. ദി ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഏറ്റവും പഴയ ഹൈക്കോർട്ട് ഏതായിരുന്നു? കൽക്കട്ട ഹൈക്കോർട്ട് ആണ് ആൻസർ വരുന്നത്. കൽക്കട്ട ഹൈക്കോർട്ട് ആണ് ഏറ്റവും പഴയ ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, India became a member of the UNO in the year. India became a member of UNO in the year 1945. UNOയിലെ മെമ്പർ ആയത് എന്നായിരുന്നു? 1945ലായിരുന്നു. 1945ലായിരുന്നു ഇന്ത്യ UNOന്റെ ഭാഗമായിട്ട് മാറിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Uniform Civil Code was discussed at length in the case of ഷാബാനു കേസ്. യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് ഏത് കേസിലാണ് ഡിസ്കസ്ഡ് at length in the case of ഷാബാനു കേസ്? അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഷാബാനു കേസ് എന്ന് പറഞ്ഞിട്ടുള്ള കേസ് യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷാബാനു കേസ് യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ബാക്ക്വേർഡ് ക്ലാസസിന്റെ കേസ്.
OBC റിസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നത് അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഇന്ദിരാ സാനി കേസ് ആയിരുന്നു. ഇന്ദിരാ സാനി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത കേസാണ്. ഇന്ദിരാ സാനി കേസുമായിട്ടാണ് ബാക്ക്വേർഡ് ക്ലാസ്സസ് OBC റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസ് വരുന്നത്, ക്രീമി ലെയർ കേസ് വരുന്നത് പറയുന്നത് ഇന്ദിരാ സാനി കേസ് ആയിരുന്നു. അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള ഭാഗം വരുന്ന കേസ് വന്നത് ഷാബാനു കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഷാബാനു കേസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. യൂണിഫോം സിവിൽ കോഡ് വാസ് ഡിസ്കസ്ഡ് അറ്റ് ലെങ്ത് ഇൻ ദി കേസ് ഓഫ് ഷാബാനു കേസ്. നെക്സ്റ്റ്, ഫുൾ ഫോം ഓഫ് ട്രിപ്സ്. ട്രിപ്സ് നമ്മൾ പഠിക്കണം. കാരണം ട്രിപ്സ് എന്ന് പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മേഖലയിൽ കേൾക്കാനുള്ള വേർഡാണ് ട്രിപ്സ്. ആ വേർഡിന്റെ ഫുൾ എന്താണ്? ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. മറക്കരുത്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 54 ക്വസ്റ്റ്യൻ വരുന്നത് ഓഡി ആൾട്രം പാർട്ടം മീൻസ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടാണത് പറയാ. ഓഡി ആൾട്രം പാർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് ഓഫ് ദി അതർ സൈഡ്. ഷോർട്ടാക്കി പറഞ്ഞാൽ ഹിയർ ദ അതർ സൈഡ്, മറ്റ് അപ്പുറത്തുള്ള സൈഡും കൂടി നമ്മൾ കേൾക്കണം എന്ന് പറയുന്നു. അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ, അവർക്കും കൂടെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ കഴിയൂ എന്ന് പറയുന്നതാണ് ഓഡി ആൾട്രം പാർട്ടം. ഗിവ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് ഓഫ് ദി അതർ സൈഡ്. ചിലപ്പോൾ വരിക ഓപ്പർച്യൂണിറ്റി, ഇത് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ഒരു സെന്റൻസ് ആക്കിയിട്ടൊന്നും പറയില്ല. ഹിയർ ദ അതർ സൈഡ് എന്നാവും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഓഡി ആൾട്രം പാർട്ടം, ഓഡിയൻസ് ആവാം, ആൾട്രം പാർട്ടം. അത് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഓഡി ആൾട്രം പാർട്ടം ഹിയർ ദ അതർ സൈഡ്. നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ ലോ പറയുന്നത്. ഓഡി ആൾട്രം പാർട്ടം. Give opportunity of hearing of the other side. Medical science used for investigating crimes is known as medical science used for investigating crimes. Crimes investigate ചെയ്യാൻ വേണ്ടി മെഡിക്കൽ സയൻസ് യൂസ് ചെയ്യുന്നതാണ് ഫോറൻസിക് സയൻസ്. ഫോറൻസിക് സയൻസ് നമ്മൾ LLB ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, LLB എടുത്തു കഴിഞ്ഞ് നമുക്ക് ഇന്റേൺഷിപ്പ് എന്നുള്ള ഒരു ഭാഗം വരും. ഇന്റേൺഷിപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് ഫോറൻസിക് സയൻസിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. നമുക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട, വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ആ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത്. അത് നിങ്ങളൊക്കെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മളിനി ഈ ക്ലാസ്സിന് ശേഷം ഇനി മീറ്റ് ചെയ്യൊന്നും ഇല്ലല്ലോ, അപ്പം മീറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴന്നെ പറയുന്നത് ഫോറൻസിക് സയൻസ് എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്രൈംസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ അത് പഠിച്ചിരിക്കേണ്ടത്, അതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഒരു ഇന്റേൺഷിപ്പ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് എന്തായാലും ചെയ്യാം. കാരണം അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ക്രൈം ഒക്കെ എങ്ങനെയാണ് കമ്മിറ്റ് ചെയ്യുന്നത്, ക്രൈം കമ്മിറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും ഒരു ഫോറൻസിക് സയൻസ് പ്രകാരം നമുക്കത് ഡീൽ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പഠിക്കാൻ ആ സമയത്ത് നമുക്ക് സാധിക്കും. അത് പഠിക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ മെഡിക്കൽ സയൻസ് യൂസ്ഡ് ഫോർ investigating crimes is known as forensic science. Okay, forensic science എന്നാണ് അതിന് പറയാ. Private international law is also called, private international law നെ എന്തെന്നാ പറയാ? Conflict of laws. Okay, private international law നെ നമ്മൾ പറയുന്ന വേർഡ് conflict of laws. The law relating to prisoners of war has been codified by Geneva Convention. The law relating to prisoners of war has been codified by Geneva Convention. യുദ്ധമുഖത്തുള്ള പ്രിസണേഴ്സിന്റെ കാര്യമാണ് ഇത് പറയുന്നത്. യുദ്ധത്തിലുള്ള പ്രിസണേഴ്സിന്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ലോ അതെല്ലാം കൂടി ചേർത്ത് ഒരു കോഡിഫൈ ചെയ്തത് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ് ചെയ്തത് ജനീവ കൺവെൻഷനിൽ വെച്ചിട്ടായിരുന്നു. ഇഗ്നോറൻസ് ഓഫ് ലോ നമ്മൾ നേരത്തെ പറഞ്ഞു, it's not an excuse. Ignorantia juris not an excuse.
ഇഗ്നോറൻസ് ജൂറിസ് എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് ഓഫ് ലോ, നോൺ ആൻ എക്സ്ക്യൂസ്. ഓക്കെ, ഇഗ്നോറൻസ് ഓഫ് ലോ, നിയമത്തിൽ അറിവില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. നിയമം അറിയില്ല എന്നുള്ളത് നമുക്ക് നിയമം ലംഘിക്കാനുള്ള അല്ലെങ്കിൽ നിയമം നടത്തുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു റൈറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇഗ്നോറൻസ് ഓഫ് ലോ നോട്ട് എക്സ്ക്യൂസ്ഡ്. എ പേറ്റന്റ് ലോ ഈസ് ഗ്രാൻഡഡ് ഫോർ ന്യൂ ഇൻവെൻഷൻ. പേറ്റന്റ് ലോ എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു ലോ ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് പേറ്റന്റ് ആക്ട് ഒക്കെ. പേറ്റന്റ് ലോ എന്ന് പറയുന്നത് ന്യൂ ഇൻവെൻഷൻ, പുതിയ കണ്ടെത്തലുകൾക്ക് മുകളിലാണ് പേറ്റന്റ് ലോ ലഭിക്കുക. ഓക്കെ, അത് സംതിങ് ന്യൂ ആയിരിക്കണം ആ ഇൻവെൻഷൻ. നെക്സ്റ്റ്, no one can be convicted twice for the same offense. The doctrine is called, നമ്മൾ പഠിച്ചതാണ് ഡബിൾ ജിയോപാഡി. ഡബിൾ ജിയോപാഡി, ഒരേ കുറ്റകൃത്യത്തിന്റെ പേരിൽ 2 തവണ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, ഒരാൾ കൺവിക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഡബിൾ ജിയോപാഡി, 2 തവണ ജിയോപാഡി. ഓക്കെ, no one can be convicted twice for the same offense. This doctrine is called double jeopardy. Next question എന്ന് പറയുന്നത് headquarters of World Health Organization is situated in. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇത് 2 തവണ വന്നു പോയതാണ് കേട്ടോ ടൈപ്പ് ചെയ്തത്. എവിടെയാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടർ നിലനിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which act was replaced with the introduction of Competition Act 2002. 2002 കോമ്പറ്റീഷൻ ആക്ട് വന്നപ്പോൾ ആ ആക്ട് ഏത് ആക്ടിനെയാണ് റീപ്ലേസ് ചെയ്തത്? മോണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, MRTP ആക്ട് എന്ന് പറയും. ആ ആക്ട് മുന്നേ കോമ്പറ്റീഷൻ ലോ ഉണ്ടാവുന്നതിന് മുന്നേ മോണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുക, മൊണോപ്പൊളി ഉണ്ടാവാണ്ട് നോക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു ആക്ട് ആയിരുന്നു മൊണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. മൊണോപ്പൊളീസിനെ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം അതിലെ കുറേ ഭാഗങ്ങള് പിന്നെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്, കാലക്രമേണ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു ആക്ട് ആവശ്യമാണെന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് പുതിയൊരു ആക്ട് കൊണ്ടുവന്നു. മുന്നേ ഉണ്ടായിരുന്ന ഈ MRTP ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ആക്ടിനെ അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ആക്ട് നിലവിൽ വന്നു. കോമ്പറ്റീഷൻ ആക്ട് 2002 എന്നുള്ള ആക്ട് ആണ് നിലവിൽ വന്നത്. കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നിലനിർത്തുക. അപ്പോൾ മൊണോപ്പൊളീസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കൺസ്യൂമേഴ്സിനൊക്കെ ഒരുപാട് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നല്ല കോമ്പറ്റീഷൻ മാർക്കറ്റ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമായ വിലയിൽ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ആക്ട് കുറച്ചുകൂടെ വൈഡ് ഇൻ സെൻസ് ആണ്. ഓക്കെ, കോമ്പറ്റീഷൻ റെഗുലേഷന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രിബ്യൂണലും ഒക്കെ ഉണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് കോമ്പറ്റീഷൻ ആക്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, മൽഹോത്ര കമ്മിറ്റി റെക്കമെൻഡേഷൻസ് വേർ ഫോർ മൽഹോത്ര കമ്മിറ്റി അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൻഷുറൻസ്. നമ്മൾ നേരത്തെ പഠിച്ചു കോത്താരി കമ്മീഷൻ ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ ഒരു വേർഡാണ് കോത്താരി ഒക്കെ പഠിക്കുമ്പോൾ അതുപോലെ പഠിക്കേണ്ടത് ഒന്നാണ് മൽഹോത്ര കമ്മിറ്റി. ഓക്കെ, മൽഹോത്ര കമ്മിറ്റി ഇൻഷുറൻസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ന്യൂ കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. പുതിയ കമ്പനീസ് ആക്ട് പാസ്സാക്കിയത് 2013 ആക്ട് ആണ്.
ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആക്ട് പ്രകാരം. കോമ്പൻസേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കുറെ റെഗുലേഷൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് പറഞ്ഞത് RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1935. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 അടുത്ത ക്വസ്റ്റ്യൻ, which day has been declared the International Yoga Day by the United Nations General Assembly? June 21 ആണ് യോഗ ഡേ ആയിട്ട് യുണൈറ്റഡ് നാഷൻ ജനറൽ അസംബ്ലി. ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് അണ്ടർ IPC. അത് നോക്കുമ്പോൾ അതിൽ മാരേജിന്റെ കേസിൽ വരുമ്പോൾ IPCയിൽ എന്തെല്ലാം ഒഫൻസസ് ആണ് പറയുന്നത് നോക്കാം. ഒന്ന് മോക്ക് മാരേജ് ആണ്. മോക്ക് മാരേജ് എന്ന് പറയുമ്പോൾ ജെനുവിൻ അല്ലാത്ത മാരേജുകളെയാണ് മോക്ക് മാരേജ് എന്ന് പറയുന്നത്. ഏത് സെക്ഷനിലാണ് പറയുന്നത് മോക്ക് മാരേജിനെ കുറിച്ചിട്ട്? സെക്ഷൻ 493 തൊട്ട് പറയുന്നതാണ് മോക്ക് മാരേജിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, മോക്ക് മാരേജസ് പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ജെനുവിൻ ആയിരിക്കില്ല. അവിടെ യഥാർത്ഥത്തിൽ അവർ കല്യാണം കഴിച്ചായിരിക്കില്ല, വെറുതെ ഒരു കല്യാണം കഴിച്ചു എന്നുള്ള പേരിൽ കല്യാണം കഴിച്ചതായിരിക്കും. അതാണ് മോക്ക് മാരേജിൽ വരുന്നത്. അത് ഒഫൻസ് ആണ് അണ്ടർ സെക്ഷൻ 493 and 496. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ പഠിക്കാനുള്ളതാണ് ബൈഗമി പഠിക്കുന്നുണ്ട്. ബൈഗമി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട് നോക്കുന്ന സെക്ഷൻ 494 ആണ്. ഈ 494ഉം മോക്ക് മാരേജും ഒക്കെ നമുക്ക് വേറൊരു കാര്യത്തിലും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഡിവോഴ്സിന്റെ ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഇതെല്ലാം പറയാൻ പറ്റുന്നതാണ്. ഡിവോഴ്സിന്റെ ഗ്രൗണ്ട് ആയിട്ടും ബൈഗമിയും മോക്ക് മാരേജും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ബൈഗമിയിൽ വരുമ്പോൾ എന്താ വെച്ചാല് കല്യാണം കഴിച്ച ഒരാളായിരിക്കും, എന്നിട്ട് വീണ്ടും കല്യാണം കഴിക്കുക. അതാണ് ബൈഗമിയിൽ വരുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി നിങ്ങൾ എന്താന്നുള്ളത്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ബൈഗമിയിൽ അണ്ടറിൽ വരുന്നത്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഒരു ലിവിങ് സ്പൗസ് അയാൾക്ക് ഉണ്ടായിരിക്കും. ഷീ ഓർ ഹി ആരായാലും അവർക്കൊരു ലിവിങ് സ്പൗസ് എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവ് ആരെങ്കിലും ആയിട്ടൊരു പാർട്ട്ണർ അയാൾക്ക് ഉണ്ടായിരിക്കും, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ ബൈഗമിയാണ്, അതൊരു ഒഫൻസ് ആണ്. ഇന്ത്യൻ പീനൽ കോഡിൽ വരുമ്പോൾ അതൊരു ഒഫൻസ് ആണ്. ഓക്കെ, അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ് ഫോർ ബൈഗമി ഈസ് 7 years ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ ആണ് 494 പ്രകാരം കൊടുക്കുന്നത്. അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ 7 years ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ ആണ് വരിക. അതിന്റെ പണിഷ്മെന്റ് ബൈഗമി ഉണ്ടായിരുന്നെങ്കിൽ വരുന്നത് ഒഫൻസ് വരുമ്പോൾ. ഇത് അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ പീനൽ കോഡിൽ IPCയിൽ മാത്രമല്ല മാരേജിന്റെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഒരു ഗ്രൗണ്ട് ആയിട്ട് ബൈഗമി എടുക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് അഡൾട്ടറി ആയിരുന്നു. അഡൾട്ടറി എന്ന് പറയുന്നത് ഇപ്പൊ ഈ 2018 ഒരു കോടതിയുടെ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട്. ആ ഡിസിഷൻ പ്രകാരം അഡൾട്ടറി അത് സ്ട്രക്ക് ഇറ്റ് ഡൗൺ ചെയ്തു. അഡൾട്ടറി എന്നുള്ള പ്രൊവിഷനെ അവിടെ പണിഷബിൾ ഒഫൻസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അഡൾട്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഭാര്യയായിട്ട് വേറൊരാൾക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വ്യക്തിക്കെതിരെ, ഭാര്യക്ക് ആരുമായിട്ടാണോ അഫയർ ഉള്ളത് ആ വ്യക്തിക്കെതിരായിട്ട് ഈ ഭർത്താവിന് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. അതാണ് അഡൾട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡൾട്ടറി എന്ന് പറയുമ്പോൾ അത് പണിഷ്മെന്റ് ആയിരുന്നു. അത് മുന്നേ ഉണ്ടായിരുന്ന പണിഷ്മെന്റിൽ അതിൽ ഭാര്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭർത്താവിന് അയാളുടെ അനുവാദം ഇല്ലാണ്ട് അയാളുടെ ഭാര്യയുമായിട്ട് മറ്റൊരാൾക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അയാളുടെ അനുവാദം ഇല്ല അതില് എന്ന് കാണിച്ചുകൊണ്ട് ആ ആൾക്കെതിരെ, ആരാണോ ഈ ഭാര്യയായിട്ട് ബന്ധമുള്ളത് ആ ആൾക്കെതിരെ ഒരു ഒഫൻസ് ആയിട്ട് ഫയൽ ചെയ്യുന്നതാണ് അഡൾട്ടറി. അയാളെ പണിഷ് ചെയ്യുള്ളൂ, ഭാര്യയെ പണിഷ് ചെയ്യില്ല ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ 5 years ഒക്കെ ഇംപ്രിസൺമെന്റ് ഒക്കെ കൊടുത്തിരുന്ന ഒരു കേസ് ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അഡൾട്ടറി. പക്ഷെ അഡൾട്ടറിയില് 2018 കോർട്ട് ഡിസിഷൻ പ്രകാരം
adultery എന്നുള്ളത് can be a ground for civil issues including dissolution of marriage, but it cannot be a criminal offense. അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? അതെന്ന് പറഞ്ഞത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇത് പറയുമ്പോൾ ശരിക്കും പറയുന്നത് ഇതിൽ ജുഡീഷ്യൽ ആക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ജുഡീഷ്യറിയുടെ ഒരു ഡിസിഷൻ ആണിത്. that makes adultery a punishable offense for men. That is unconstitutional and struck it down. Adultery can be a ground for civil issues including dissolution of marriage, but it cannot be a criminal offense. അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതൊരു സിവിൽ ഒഫൻസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. സിവിൽ ഇഷ്യൂസിൽ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ അതൊരു പേഴ്സണൽ ഒഫൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാരേജ് ഡിസൊല്യൂഷൻ മാരേജ് ഡിവോഴ്സിന്റെ സമയത്ത് അതിനൊരു ഗ്രൗണ്ട് ആയിട്ട് വേണമെങ്കിൽ അഡൾട്ടറി പറയാം. അല്ലാതെ ഒരു പണിഷ്മെന്റ് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് എന്നുള്ള രീതിയിൽ അതിനെ ഇനി മാറ്റപ്പെടാൻ സാധിക്കില്ല എന്നാണ് ആ ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിമിനൽ എലോപ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ സെഡക്ഷൻ ആണ്. സെഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സെഡ്യൂസ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ അവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരാളെ സെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അത് ഒരു ബാഡ് ഫെയ്ത്ത് ഒരു എന്താ പറയാ തെറ്റായിട്ടുള്ള ഒരു റോങ് ആക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു മാരേജ് റിലേറ്റഡ് ഒഫൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. അത് മറക്കരുത്. അതിന് വരുന്നതും പണിഷ്മെന്റ് വരുന്നുണ്ട്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 years വരെ പണിഷ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ശരിക്കും വൈഫിന്റെ കൺസെന്റ് അവിടെ ഇമ്മെറ്റീരിയൽ ആയിട്ടാണ് എടുക്കുക. എലോപ്മെന്റ് എന്ന് പറയുമ്പോൾ വൈഫിന്റെ കൺസെന്റ് അവിടെ നിർബന്ധമില്ല. കാരണം അങ്ങനെയാണ് സെഡ്യൂസ് ചെയ്തിട്ട് സെലക്ഷനിലൂടെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൺസെന്റ് ബാധകമല്ല. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബൈഗമി, മോക്ക് മാരേജ് ആൻഡ് അഡൾട്ടറി. അഡൾട്ടറിയിൽ ഇപ്പം ഒരു ഇത് വന്നതുകൊണ്ട് തന്നെ അഡൾട്ടറി ഒരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏത് രീതിയിലാണ് ചോദ്യം വരിക എന്നുള്ള പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പറയുന്നത് അതർ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് അണ്ടർ IPC. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് സെക്ഷൻസ് ആണ് IPCയിലെ തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി, ഡെക്വൈറ്റി ആൻഡ് ഫോർജറി. അതെന്താ ഒരുമിച്ച് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഏകദേശം നമുക്ക് വായിക്കുമ്പോൾ ഒരു തെറ്റാണെങ്കിലും ഫോർജറി ആണെങ്കിലും തെറ്റാണെങ്കിലും എക്സ്റ്റോർഷൻ ആണെങ്കിലും റോബറി ആണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ചെറിയ ചെറിയ വ്യത്യാസത്തിന് മേലിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തെഫ്റ്റ് വരുമ്പോ എന്താ നമ്മൾ പറയാം ഒരു മോഷണം. ആർട്ടിക്കിൾ ആണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ അല്ല, സെക്ഷൻ. IPCയിൽ വരുമ്പോൾ നമ്മൾ സെക്ഷൻ ആണ് പറയാം. IPC സെക്ഷൻ എത്രയല്ല പറയുന്നത്? 378 to 382 നമ്മൾ തെഫ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. തെഫ്റ്റ് എന്താണെന്ന് പറയുന്നത്. തെഫ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പണിഷ്മെന്റ്സ് ആണ് അതിൽ കൊടുക്കുക എന്നെല്ലാം പറയുന്നത് 378 to 382 വരെയാണ് തെഫ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അവിടെ ഒരാള് ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, ഒരാളുടെ പ്രോപ്പർട്ടി എടുത്ത് മാറ്റപ്പെടുന്നതിനെയാണ് തെഫ്റ്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഈസ് ലയബിൾ ടു ബി പണിഷ്ഡ് ഫോർ ദി ഒഫൻസ് ഓഫ് തെഫ്റ്റ് ഇൻ സർട്ടൻ കണ്ടീഷൻസ്. അവിടെ ഒരു കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഹി ഷുഡ് ഹാവ് ടേക്കൺ വിത്ത് ഡിസ്ഹോണസ്റ്റ് intention any movable property out of the possession of another person without the person's consent. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ തെഫ്റ്റിന്റെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കൺസെന്റ് ഇല്ലാണ്ട് അയാളുടെ പ്രോപ്പർട്ടി വേറൊരാൾ എടുത്തു കൊണ്ടുപോവുക വിത്തൗട്ട് ദ കൺസെന്റ്. അയാളുടെ പൊസഷനിൽ നിന്നും വേറൊരാളുടെ പൊസഷനിലേക്ക് അയാൾ എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ്, ഒരാൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ തെഫ്റ്റ് ആണെന്നാണ് പറയുന്നത്. മൂവബിൾ പ്രോപ്പർട്ടിന്റെ മുകളിലാണ് തെഫ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് എന്തായിരുന്നു? എക്സ്റ്റോർഷൻ ആണ്. എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റോർഷൻ ആവുമ്പോൾ എന്താണ്? ഒരു ഭയത്തിന് മുകളിൽ അവിടെ ഒരു കൺസെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സംഭവം എടുത്തു കൊണ്ടുപോകാനുള്ള കൺസെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭയത്തിന്റെ മുകളിലാണ്. ദ പേഴ്സൺ ഹു ഷുഡ് ഹാവ് പുട്ട് അനദർ പേഴ്സൺ ഇൻ ഫിയർ. ഒരാളെ പേടിപ്പിച്ചുകൊണ്ടായിരിക്കും. എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഭയപ്പെടുത്തിക്കൊണ്ട് മോഷ്ടിക്കുക. അങ്ങനെയുള്ള കേസിൽ വരുമ്പോൾ
അവിടെ എന്തായിരിക്കും ഒരു ഫിയർ അവിടെ ഉണ്ടായിരിക്കും. കോസ് ഫിയർ ഇന്റൻഷനലി, അവിടെ ഇന്റൻഷനലി ഒരു ഫിയർ അവിടെ ഭയം അവിടെ ഉണ്ടായിരിക്കും. അപ്പോഴാണ് അവിടെ ഒരു മോഷണം സംഭവിക്കുന്നതെങ്കിൽ അതിനെ എക്സ്റ്റോർഷൻ എന്നാണ് പറയുക. അങ്ങനെ ചെയ്യുന്ന ക്രൈമാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. അവിടെ വ്യത്യാസം എന്താണ്? തെഫ്റ്റും എക്സ്റ്റോർഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് വിത്ത് കൺസെന്റ് ആണ്, വിത്ത് കൺസെന്റ് ആണ് അവിടെ എടുത്തുകൊണ്ട് പോകുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കൺസെന്റ് ആണ്, ആ വ്യക്തി അറിഞ്ഞിട്ടില്ല എന്നാണ് തെഫ്റ്റിൽ പറയുന്നത്. എക്സ്റ്റോർഷൻ ആകുമ്പോൾ വിത്ത് കൺസെന്റ് ആണ്. പിന്നെ റോബറി, റോബറി എന്ന് പറയുമ്പോൾ കുറച്ച് വ്യക്തികൾ ചേർന്നിട്ട് പിന്നെ ഒരാളുടെ സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോകുക. ആര്? കോസ്റ്റ് ഓർ അറ്റംപ്റ്റ് ടു കോസ്റ്റ് ഡെത്ത് ഉണ്ടായിരിക്കാം ചിലപ്പോ. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഇൻസ്റ്റന്റ് ഫിയർ ഓഫ് ഡെത്ത്, പെട്ടെന്ന് കൊല്ലും എന്നുള്ള ഭയപ്പെടുത്തലുകളൊക്കെ ആക്കിയിട്ടായിരിക്കും റോബറി കമ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള കേസിലാണ് അത് കുറച്ചുകൂടെ അഗ്രിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. തെഫ്റ്റിന്റെ കുറച്ചുകൂടെ അഗ്രിവേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ഫോമാണ് റോബറി എന്ന് പറയുന്നത്. സെക്ഷൻ 390 ആണ് റോബറി എന്താന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെക്വൈറ്റി. ഡെക്വൈറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് കുറച്ചുകൂടെ ക്രിമിനൽ ഒഫൻസ് കൂടിയ വിഭാഗമാണ് ഡെക്വൈറ്റി. ഡെക്വൈറ്റി എന്ന് പറയുമ്പോൾ 5% മിനിമം വേണം, മിനിമം 5% ആയിരിക്കും ആ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അതിനെ ഡെക്വൈറ്റി എന്ന് പറയുന്നത്. ഒരുപാട് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഡെക്വൈറ്റി എന്ന് പറയുന്നത്. ഡെക്വൈറ്റിയുടെ പണിഷ്മെന്റ് ഡീൽ ചെയ്യുന്നത്, പണിഷ്മെന്റ് ഫോർ ഡെക്വൈറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 395 ഡെക്വൈറ്റിക്കുള്ള പണിഷ്മെന്റ് പറയുന്നത്. പിന്നെ ഡെക്വൈറ്റി ചെയ്യുന്ന സമയത്ത് ഒരു കൊലപാതകം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 376 സെക്ഷൻ 376 ഡെക്വൈറ്റി നടക്കുമ്പോൾ കൊലപാതകം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരിക. പിന്നെ ഫോർജറി, ഫോർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പിന്നെ എന്താ പറയാ, ഒരു ഡോക്യുമെന്റ് ആണ്, മെയ്ഡ് എനി ഫോൾസ് ഡോക്യുമെന്റ് ഓർ ഇലക്ട്രോണിക് റെക്കോർഡ്, എന്തെങ്കിലും ഒരു ഫോൾസ് ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഫോർജറി എന്ന് പറയുന്നത്. ഓക്കെ, അത് പറയുന്നത് സെക്ഷൻ 463